ഈ ലോകത്തിൻ്റെ അധീശനാണ് ഞാൻ എന്ന് വിചാരിച്ച് ആ അധീശത്വം കൈമോശം വന്ന് പോകാതെ ജീവിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എത്ര വിശേഷപ്പെട്ട ശ്ലോക. ആ ഇന്ദ്രിയങ്ങളെ എല്ലാവരും കുറ്റം പറയും. ഇവിടെ കണ്ണു കുത്തി പൊട്ടിക്കേണ്ട ആവശ്യമില്ല, ഇയർ ഡ്രം കേടുവരുത്തണ്ട, നാവിൻ്റെ രുചി കളയണ്ട, എല്ലാം വേണ്ടതുപോലെ വെച്ചുകൊണ്ടിരിക്കൂ. എത്ര നല്ല രുചിയുള്ള പദാർത്ഥങ്ങളുണ്ടോ. സത്വഗുണം സത്വഗുണം. സത്വം രുചി എന്താ? രസ്യാഹ സ്നിഗ്ധാഹ സ്ഥിരാഹ ഹൃദ്യാഹ ആഹാരാഹ സാത്വികപ്രിയാഹ എന്നാ പറഞ്ഞിരിക്കുന്നത്. രസ്യം നല്ല രസമുള്ളത്, സ്നിഗ്ധം അങ്ങനെ കടു പുടു എന്ന് കടിച്ച് അങ്ങനെ തുണ്ടാക്കാതെ സ്നിഗ്ധമായിട്ടുള്ളത്, നല്ലോണം പാകപ്പെടുത്തി, പഴമാണെങ്കിൽ എന്താണെങ്കിലും. അപ്പോൾ ഈ കുരങ്ങന്മാരൊക്കെ എന്ത് ചെയ്യും? പച്ചക്കായ പറിച്ച് കടിച്ച് തിന്നും. പശു ആണെങ്കിൽ എത്ര നേരം അയവറക്കണു, കറപറാന്ന് പറഞ്ഞ് പുല്ലും വയ്ക്കലും അങ്ങോട്ട് വയറ്റിലേക്ക് ആക്കും. എന്നിട്ട് പിന്നെ അയവറക്കല. നമുക്കങ്ങനെയില്ല. നമ്മൾ വേവിച്ച് സ്നിഗ്ധമാക്കി അങ്ങനെ വായിലിടുമ്പോഴേക്കും എന്നിങ്ങനെ അകത്തേക്ക് പോകുമാർ അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇപ്പം മിക്സിയൊക്കെ ഉണ്ട് അരയ്ക്കാനും എല്ലാറ്റിനും. അപ്പം രസ്യാഹ സ്നിഗ്ധാഹ സ്ഥിരാഹ ഹൃദ്യാഹ. സ്ഥിരാഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കഴിച്ചാൽ അങ്ങനെ കുറച്ച് നേരത്തേക്ക് ഇരിക്കണം. കൽക്കട്ടയിലും ബോംബെയിലൊക്കെ ഒരു സാധനമുണ്ട്. എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഈ ഉരുളക്കിഴങ്ങില്ലേ, ഉരുളക്കിഴങ്ങ് അല്പം റവയും കൂടി ചേർത്ത് ഒരു മാവ് ഉണ്ടാക്കി എണ്ണയിലിട്ടെടുക്കും. നല്ല ചൂടുള്ള എണ്ണയിലിട്ട് കഴിഞ്ഞാൽ അത് ടപ്പ് അങ്ങോട്ട് പൊന്തും. ഉള്ളിലൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഉരുണ്ടിട്ടൊരു സാധനമാണ്. ആ ഉരുണ്ടിട്ടൊരു സാധനമാണ്. അതിന് വെയിറ്റൊന്നും അധികം ഉണ്ടാവില്ല. അതിനവർ ഒരു പ്രത്യേക ഒരു പുളിവെള്ളം ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ചത് അങ്ങനെ ശരിയാക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇവർ രണ്ടെടുക്കും. ഇങ്ങനെ ഇരിക്കുന്ന സാധനം കയ്യിലെടുത്തിട്ട് ഒരു കുത്തും. അപ്പോൾ അതിലൊരു ഓട്ടയുണ്ടാവും. ആ ഓട്ടയുള്ളതിൽ ഈ ഉരുളക്കിഴങ്ങിൻ്റെ പൊടിമാസ് ഉണ്ടല്ലോ, അത് കുറച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ വയ്ക്കും. എന്നിട്ട് ആ പുളിവെള്ളം കുറച്ചങ്ങോട്ട് ഒഴിക്കും. ഇതൊരാളെ എത്രയാ കഴിക്കുക എന്നറിയോ നിങ്ങൾക്ക്? 50-100. 50-100 മീതാ കഴിക്കുക. അതിങ്ങനെ തന്നാൽ 1, 2, 3 കഴിക്കാം. ഒരു ദിവസം ബോംബെയിൽ ചെന്നപ്പോൾ ആരോ ഇത് കൊണ്ടുവന്നു. അപ്പം അമ്മ പറഞ്ഞു, ഇത് ഇത്തിരി കഴിക്കുമോ, നന്നായിരിക്കുന്നു. ഞാൻ അതൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ല. ഞാൻ കഴിച്ചു നോക്കുമെന്ന്. കഴിച്ചപ്പോഴോ ഞാനും കഴിച്ചു കുറേ. അത്ര വലിയ സ്വാദ് എനിക്ക് തോന്നിയില്ല. എന്നാലും ഇങ്ങനെ സ്നേഹത്തോടു കൂടി തരുമ്പോൾ വേണ്ടാന്ന് പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 50-100 ഒക്കെയാണ് ഇത് മേടിച്ച് കഴിക്കുക. ഇപ്പോൾ പപ്പടമാണ് നിങ്ങൾക്ക് കൂട്ടുകയാണെങ്കിൽ, അങ്ങനെ നല്ലോണം പൊള്ളിയിട്ടുള്ള പപ്പടം, അത് തൊടുമ്പോഴേക്കും പൊടിഞ്ഞു പോവുകയും ചെയ്യും. എത്ര പപ്പടം നിങ്ങൾ കൂട്ടുമെന്ന് പറയും? അതുപോലെ അല്ലാന്ന്. സ്ഥിരാഹ ഹൃദ്യാഹ. കഴിച്ചാൽ അത് സബ്സ്റ്റാൻഷ്യലായിട്ട് കനത്തങ്ങോട്ട് ഇരിക്കണം. പെട്ടെന്ന് പിന്നെ വിശക്കരുത് ഒരു 4-5 മണിക്കൂർ നേരത്തേക്ക്. അങ്ങനെയുള്ള സാധനം. എന്നാലോ ഹൃദ്യമാവണം, സ്ഥിരമാവണം, രസ്യമാവണം. ആഹാര സാത്വികപ്രിയാഹ. അപ്പം സത്വഗുണപ്രധാനമാണല്ലോ ജ്ഞാനം. അങ്ങനെ ജ്ഞാനസാധകന്മാർക്കും ജ്ഞാനികൾക്കുമെല്ലാം രസമില്ലാത്ത ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നുണ്ടോ? പറയണില്ലല്ലോ. മിതമായിട്ട് ഉറങ്ങൂ, മിതമായിട്ട് ഭക്ഷണം കഴിക്കൂ, മിതമായിട്ട് എക്സസൈസ് എടുക്കൂ, വിഹാരങ്ങളുമാവാം, നടക്കാൻ പൊക്കോളൂ, ഒരു വിരോധമില്ല. നല്ല സ്ഥലത്ത് തുറന്ന വായു, പ്രത്യേകിച്ചും കാലത്ത് നടന്നോളൂ, ഒരു വിരോധമില്ല. ജീവിതത്തെ സുഭഗമാക്കണം, സുന്ദരമാക്കണം, പ്രബുദ്ധമാക്കണം, ഉദ്ബുദ്ധമാക്കണം, ഉദ്ഗതിക്ക് സഹായിക്കുമാറാക്കണം. അതാണ് ഈ സത്വഗുണത്തിൻ്റെ ലക്ഷണം. ലോകത്തിനെ കുറ്റം പറഞ്ഞ് കഴിഞ്ഞുകൂടല്ല. എന്തൊക്കെ സംഭവം ലോകത്തിൽ ഉണ്ടായാലും ശരി, ആ സംഭവങ്ങളിലൊന്നും പതറാതെ കുലുങ്ങാതെ നമുക്കെന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തുകൊണ്ട് അങ്ങോട്ട് കഴിഞ്ഞുകൂടുക. കഥയ്ക്കരുത്, തളരരുത്, മുഷിപ്പ് വരരുത്, ഒന്നും വരരുത്. ഊർധ്വശ്വാസം വലിക്കുന്നത് വരെ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. ഒരു പറച്ചിലുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കിടന്നുറങ്ങരുത്, ഇരുന്നുണ്ണരുത്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കിടന്നുറങ്ങരുത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉറങ്ങാൻ കിടക്കണ്ടേ? കിടക്കാതെ ഉറങ്ങാൻ പറ്റുമോ? കിടന്നിട്ട് ഇങ്ങനെ ഉരുണ്ട് അങ്ങനെ ഉറങ്ങരുത്. ഉറക്കം വന്നാൽ പോയി കിടക്കുക, കിടന്ന ഉടനെ ഉറങ്ങുക. ചില ആൾക്കാരുണ്ട് ഇങ്ങനെ കിടക്കുക, മടിയന്മാരും മടിച്ചുകളും. അവർക്ക് കിടക്കണതാണ് ഇഷ്ടം, കട്ടിലമ്മയായിട്ട് കൂടുക അവർ. അപ്പോൾ കിടന്നുറങ്ങരുത്, ഇരുന്നുണ്ണരുത്. ഇരുന്നുണ്ണുക എന്ന് പറഞ്ഞാൽ എന്താ? വിശപ്പുണ്ട്, ഊണ് കഴിക്കാൻ വന്നിരുന്ന വേണ്ട സാധനങ്ങൾ വേണ്ടതുപോലെ വിളമ്പുക. അത് കഴിഞ്ഞാൽ ആവശ്യം പോലെ ഓരോന്നെടുത്ത് കണ്ണടയ്ക്കാതെ ഊണ് കഴിക്കുക. ആ കഷ്ടപ്പെട്ട് തയ്യാറാക്കി വന്നവർക്കൊരു കൃതാർത്ഥത വേണമെങ്കിൽ നിങ്ങൾ രുചിച്ച് ഊണ് കഴിക്കണം. അത് ആ സമയത്ത് ലോകത്തില്ലാത്ത വർത്തമാനം മുഴുവനും ഡിസ്കസ് ചെയ്ത്
ആ വിളമ്പുന്നവരെ മുഷിപ്പിക്കും, വെച്ചതിന് സ്വാദുണ്ടാവില്ല, അവസാനം ഹാ ഹൂ എന്ന് പറഞ്ഞ് എണീറ്റ് പോവും. അപ്പം ആവശ്യത്തിന് ഊണ് കഴിക്കുക, അത് രുചിച്ച് ഊണ് കഴിക്കുക, അധികം സമയം ചെലവ് ചെയ്യരുത്. ആ കയ്യ് ഉണങ്ങാൻ അനുവദിക്കരുത്, അപ്പോഴേക്കും പോയി കൈ കഴുകണം. ഇതൊക്കെയാണ് നല്ല ജീവിതത്തിൻ്റെ ലക്ഷണം. അവിടെ നല്ലത് പാടില്ല എന്ന് പറയണില്ല, കൂടുതൽ നന്നാക്കാനാണ് അധ്യാത്മശാസ്ത്രവും സംസ്കാരവും നമ്മെ പ്രേരിപ്പിക്കുന്നതും പ്രബുദ്ധരാക്കി തീർക്കുന്നതും. നിങ്ങളുടെ സംസർഗം മൂലമാണ് എനിക്ക് ജ്ഞാനമുണ്ടായത്. ആ ജ്ഞാനത്തിൻ്റെ മഹിമയാലാണ് എൻ്റെ മനസ്സ് സത്വഗുണം അഭിലഷിച്ചതും സത്വഗുണം വർദ്ധിപ്പിച്ചതും. അതിൻ്റെ ഫലമായിട്ടാണ് സിംഹാസനം വിട്ട് ഞാൻ പരമസന്തുഷ്ടനായി ഇത്ര കാലവും കഴിഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അന്തിമമായ പ്രണാമാഞ്ജലി എന്ന് പറഞ്ഞിട്ടാണ് ഭർതൃഹരി അവസാനിപ്പിക്കുന്നതും പോണത്. ഇതേമാതിരി പോകാൻ സാധിക്കണം കൂട്ടരെ നിങ്ങൾക്ക് എല്ലാവർക്കും. അതിന് സഹായിക്കുന്നതും നിർബന്ധിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും ഉത്സാഹിപ്പിക്കുന്നതുമാണ് ഭഗവത്ഗീത. ഇത് നല്ല പോലെ മനസ്സിലാക്കണം. ഇനി ശ്രീമദ് ഭാഗവതത്തിൽ കൃഷ്ണൻ ഉദ്ധവന് കൊടുത്ത ഉപദേശത്തിൽ നിന്ന് 2-3 ശ്ലോകം ഞാൻ പറയാം. എന്തിനാ അത് പറയണേന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരും വിചാരിക്കരുത് എൻ്റെ മനസ്സ് ശരിയല്ല, ഇന്ദ്രിയങ്ങളിലെ വസ്തുക്കൾ എന്തെങ്കിലും കണ്ടാൽ അപ്പം കുതിച്ചു ചാടി കാമക്രോധങ്ങൾ മനസ്സിനെ വിട്ടു പോണില്ല എന്നൊന്നും കുറ്റം പറയരുത്. എത്ര കാമമുണ്ടെങ്കിലും എത്ര ക്രോധമുണ്ടെങ്കിലും അതിനെ മെരുക്കിയെടുക്കാനുള്ള ഒന്നാം തരം വഴി നമ്മുടെ കയ്യിലുണ്ട്. കൃഷ്ണൻ പറയണത് കേൾക്കൂ. ഇത് 11-ാം സ്കന്ധം 20-ാം അധ്യായത്തിൽപ്പെട്ട 27, 28, 29 ശ്ലോകങ്ങളാണ്. ജാതശ്രദ്ധോ മത്കഥാസു നിർവിണ്ണ സർവകർമ്മസു വേദദുഃഖാത്മകാൻ കാമാൻ പരിത്യാഗേപ്യനീശ്വരഃ തതോ ഭജേത മാം പ്രീതഃ ശ്രദ്ധാലുർ ദൃഢനിശ്ചയഃ ജുഷമാണശ്ച താൻ കാമാൻ ദുഃഖോദർക്കാംശ്ച ഗർഹയൻ പ്രോക്തേന ഭക്തിയോഗേന ഭജതോ മാസകൃന്മുനേഃ കാമാ ഹൃദയാനശ്യന്തി സർവേ മയി ഹൃദിസ്ഥിതേ. അവിടെ ഭക്തിഭാഷയിലാണ് പറയുന്നത്. ഇത് യുദ്ധമാണല്ലോ രംഗം. രജോഗുണപ്രധാനമായിട്ടുള്ളൊരു വൃത്തിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അവിടെ ദ്വാരകയിൽ വെച്ചോ ഉദ്ധവനും ജീവിച്ചു ധാരാളം, കൃഷ്ണനും 125 വയസ്സ് ജീവിച്ചു. രണ്ടാളും ഏതാനും ദിവസത്തിൻ്റെ ഉള്ളിൽ ലോകം വിട്ടു പോവാൻ പോവാണ്. കൃഷ്ണൻ പെട്ടെന്ന് പോവും, ഉദ്ധവൻ്റെ കാര്യം കുറച്ച് താമസം ഉണ്ടായിരിക്കാം. രണ്ടാളും പോവാൻ തയ്യാറായിട്ടിരിക്കുക. ആ സമയത്ത് പറയുന്നതാണ്. പിന്നെ ഭക്തിമയമാണ് അവിടുത്തെ പശ്ചാത്തലം. ഇവിടെ ധീരവും വീരവുമായിരിക്കുന്ന പ്രവൃത്തി ചെയ്യിക്കാനുള്ളതാണ് ഇവിടുത്തെ പശ്ചാത്തലം. കുരുക്ഷേത്രത്തിൽ ആ വ്യത്യാസമുണ്ട്. ജാതശ്രദ്ധോ മത്കഥാസു നിർവിണ്ണ സർവകർമ്മസു. ഇപ്പം ശ്രീമദ് ഭാഗവതം വായിച്ചു, അത് പറയണത് കേട്ടു. ഇപ്പം ഞാൻ പറയുന്നത് പോലും നിങ്ങൾ കേട്ടാൽ നിങ്ങൾ എന്തു പറയും? ഇപ്പം നമ്മുടെ പ്രേക്ഷകർ പലരും ഇവിടെ വന്ന് പറയുകയാണ്, സ്വാമിജി പറയണത് കൊച്ചു കുട്ടികൾക്ക് പോവും മനസ്സിലാവും. ഞാൻ ഇങ്ങനെ ആരും പറയുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ മുക്തിസുധാകരൻ കേട്ട് കേട്ട് നിങ്ങൾക്കത് നല്ലോണം മനസ്സിലായി തുടങ്ങിയപ്പോൾ അതിൻ്റെ ഭാഷയും അതിൻ്റെ പദപ്രയോഗങ്ങളും എല്ലാം എല്ലാവർക്കും ഇപ്പോൾ വശമായി എന്നാണ് തോന്നണത്. കുട്ടികൾക്ക് പോലും മനസ്സിലാവത്തക്ക വിധത്തിൽ ലളിതമായിട്ടാണ് സ്വാമിജി സംസാരിക്കണതെന്ന്. ആദ്യമാദ്യം പലരും എഴുതിയത് സ്വാമിജിയുടെ പദസമ്പത്ത്, സ്വാമിജിയുടെ പ്രവാഹം, ഇത്ര വേഗം ഒരാശയം പറഞ്ഞ് നിർത്തുമ്പോഴേക്കും വേറെ ഒരെണ്ണം പറയണു, ഞങ്ങൾക്ക് ഒപ്പെത്താൻ പറ്റണില്ല, ഇങ്ങനെയൊക്കെയായിരുന്നു ആദ്യത്തെ വർത്തമാനം. അപ്പം ഞാൻ ഈ സംസാരിക്കുന്നത് ഒരു മനഃപൂർവ്വമായിട്ട് സംസാരിക്കുകയല്ല. ക്യാമറ നോക്കി അല്ലെങ്കിൽ ജനങ്ങളെ നോക്കി അവിടെ അങ്ങോട്ട് ഇരുന്നാൽ ഒരു സ്തുതിയൊക്കെ ചെല്ലും, ഒരു മംഗളശ്ലോകങ്ങൾ ചെല്ലും. അത് അങ്ങോട്ട് അങ്ങോട്ട് തുറക്കുമ്പോൾ എന്തോ തരത്തിലുള്ള ഒരു ആവേശഗംഗ അങ്ങോട്ട് വന്ന് പിടിപെടുക. അതിൻ്റെ സ്പീഡിലും പ്രവാഹത്തിലും ഇങ്ങനെ പോവുക. ഞാൻ കുട്ടികളെ പഠിപ്പിക്കുകയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു ക്ലാസ് റൂമും അല്ല. ലക്ഷോപലക്ഷം ജനങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംപ്രേഷണമാണിത്. ആ സംപ്രേഷണത്തിന് ക്യാമറയെ നോക്കി എൻ്റെ മനസ്സിൽ തോന്നുന്നതോ തോന്നാത്തതോ ഞാനങ്ങോട്ട് പറയുക. അപ്പം അതിൽ പൂർണ്ണമായിട്ടുള്ള ഒരു അധീശത്വം എനിക്കുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു പെണ്ണെടുത്ത് എഴുതാൻ പുറപ്പെട്ടാൽ ആ പെന്നിൻ്റെ തുമ്പിന് എത്രത്തോളം ഉടമസ്ഥാവകാശമുണ്ട് ആ എഴുതുന്ന വാക്കുകളിലുമൊക്കെ, അതേപോലെ എൻ്റെ നാവിനോ എൻ്റെ വായ്ക്കോ എൻ്റെ കയ്യിനോ ഇതിന് ഉടമസ്ഥാവകാശമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ സ്വാമിജി പിന്നെ എങ്ങനെയാണ് ഈ സംസാരം കൊണ്ടു നടക്കണത്? പറയാം. ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ കൂടി പറയാം. നിങ്ങളൊക്കെ മറക്കുന്നവരാണല്ലോ. നാരദനൊരു സംശയം തോന്നി. നാരദൻ എങ്ങനത്തെ ആളാ? സർവ്വദിക്കിലും ഓടി നടക്കുന്ന ആളാ, എവിടെ വേണമെങ്കിലും ഓടിച്ചെല്ലും. ഞാൻ നാരദനെ പറ്റി ഒരു ശ്ലോകം എഴുതുണ്ടായി കുറേ കൊല്ലങ്ങൾ മുൻപ്. കൃഷ്ണജീവിതം എഴുതുന്നതിൻ്റെ ഭാഗ്യമായിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് കുറേ ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട് കാവ്യന്ന്. അതിൽ എല്ലായിടത്തും ഒരുപോലെ തുളഞ്ഞിടുന്ന
വല്ലാത്ത വാക്ഷരമഹോ തുടരത്തൊടുപ്പാൻ വിശ്രാന്തി എന്നേ സതതം ഭുവി ഓടിടുന്ന പൊല്ലാത്ത മാമുനിയഹോ സുതരാം ജയിപ്പൂ. ഇങ്ങനെ ഒരു ശ്ലോകം എഴുതി ഞാൻ. അതിപ്പോൾ പറയണില്ല എന്താണ്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സർവ്വസ്ഥലത്തും ഇടതടയില്ലാതെ സഞ്ചരിച്ചു വരുന്ന ഒരാളാ. എവിടെ വേണമെങ്കിലും അവിടെ ചെല്ലും. കൃഷ്ണൻ 16,008 കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയണ കേട്ടു. ലോകത്തിൽ ഓരോരുത്തരും ഓരോ മാതിരി പറയുക. ആരെങ്കിലും അപ്പം 16,008 കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടോ? ഒരു മനുഷ്യനെ കൊണ്ടാവോ ഇങ്ങനെ 16,008 വിവാഹം ഒരേ ശരീരത്തിൽ ഇരുന്നു കൊണ്ട്? ഓ, ഇത് വിശ്വസിക്കണോ വിശ്വസിക്കണ്ടയോ? എന്നാൽ എല്ലാവരും പറയണുണ്ട്. ഇല്ലാത്ത കാര്യം ഇങ്ങനെ പറയൂ? ഒരാളല്ല, നാടൊട്ടുക്ക് പറയാൻ. അപ്പം അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ തന്നെ പോയി കളയാന്ന്. പോയി 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 ആദ്യം ചെന്നത് രുക്മിണിയുടെ സൗധത്തിലാണ്. അവിടെ കൃഷ്ണനെ കണ്ടു. കാണേണ്ട താമസം കൃഷ്ണൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു കൊണ്ടുപോയി താനിരിക്കുന്ന ആ ആസനത്തിലിരുത്തി കാലൊക്കെ കഴുകി. ഇങ്ങനെയൊക്കെയാ അവിടെ. കുറേ നേരം വർത്തമാനം പറഞ്ഞ് പിന്നെ ചെന്നത് സത്യഭാമയുടെ സൗധത്തിലേക്കാ. അവിടെയുണ്ട് ഒരു കൃഷ്ണൻ. ചില സ്ഥലത്ത് കുളിക്കാൻ പോണു, ചില സ്ഥലത്ത് ചൂത് കളിക്കണു, ചില സ്ഥലത്ത് രാജ്യഭാരം ഡിസ്കസ് ചെയ്യണു, രാജ്യഭരണം. ഇങ്ങനെ പല സ്ഥലത്തിലും പല കൃഷ്ണന്മാരെ അവിടെ കണ്ടു ഇവിടെ കണ്ടു, പലതരത്തിലാണ്. അദ്ദേഹം കൂടുതൽ പോകാൻ നിന്നില്ല. ഈ 16,008 കല്യാണം കഴിച്ചു എന്ന് പറയുന്നു. ഈ 16,008 സ്ഥലത്തേക്കും പോകാൻ എത്ര കൊല്ലം വേണമെന്നൊന്ന് ആലോചിച്ചോളൂ. അപ്പം അദ്ദേഹം പുറപ്പെടില്ല, സാമ്പിൾ സർവേയെ നടത്തിയുള്ളൂ. ഇന്നത്തെ കാലത്ത് ഓഡിറ്റർമാർ ഒരു കമ്പനിയുടെ അക്കൗണ്ടും പൂർണ്ണമായിട്ട് പരിശോധിക്കില്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ട് സാമ്പിൾ സർവേയെ അവിടെ നടക്കുള്ളൂ. എന്നിട്ട് പറയും, ആരുടെ ഓഡിറ്റ് ചെയ്തോ ആ കമ്പനി പറഞ്ഞ പ്രകാരം ഞങ്ങൾ സാമ്പിൾ സർവേ ചെയ്തു, ഞങ്ങൾ ആവശ്യപ്പെട്ട വിവരങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്, അവർ തന്നിട്ടുള്ള വസ്തുവിവര കണക്കിൻ്റെ മുകളിൽ ഞങ്ങൾ ഓഡിറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് തരണമെന്നേ പറയുള്ളൂ. അപ്പോഴും പൂർണ്ണ ചുമതല എടുക്കില്ല. അപ്പം സാമ്പിൾ സർവേ ഇവിടെയും പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു? 3-4-5 സ്ഥലത്തേക്ക് പോയിട്ട് നാരദൻ പിന്മാക്കി. ഈ പറയണത് ശരിയാപ്പ, ഒരു കൃഷ്ണനൊന്നുമല്ല, ചെന്നയിടത്തൊക്കെ കൃഷ്ണനാ. അവിടെ ഭാര്യമാരിൽ മാത്രം, പത്നിമാരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. കൃഷ്ണൻ ഒരൊറ്റ കൃഷ്ണനാ. അപ്പോൾ ഇദ്ദേഹം 16,000 അല്ല, 1,60,60,008 ആയിക്കോട്ടെ, നമുക്കിപ്പോൾ എന്താ വിരോധം എന്ന് തീരുമാനിച്ച് അവിടുന്ന് അങ്ങോട്ട് പ്രസംഗം തുടങ്ങി. കൃഷ്ണൻ സാമാന്യക്കാരനല്ല, അദ്ദേഹത്തിന് 16,008 കൂടുതൽ ഭാര്യമാരായിക്കോട്ടെ, ഇവരെ എല്ലാവരെയും കല്യാണം കഴിച്ചത് ഒരേ മുഹൂർത്തത്തിലാണ്. ഒരേ മുഹൂർത്തത്തിൽ ഓരോരുത്തരുടെ മുമ്പിലും ഓരോരോ കൃഷ്ണനുണ്ട്. അപ്പോൾ കല്യാണം കഴിച്ചത് ഒരു കൃഷ്ണനല്ലല്ലോ, 16,008 പേരല്ലേ. 16,000 പേര് കല്യാണം കഴിച്ചപ്പോൾ നമുക്ക് എന്താ വിരോധം? ആരും പറയും എൻ്റെ കൃഷ്ണൻ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കൃഷ്ണൻ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ പിന്നെ ഇത് ഒരു കൃഷ്ണനല്ലപ്പാ, ഇതെന്താ അത് സംഭവം? അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് പരത്തി തുടങ്ങി. ഈ നാരദനൊരു സംശയം വന്നു. എന്താ സംശയം? ആരാ അച്ഛൻ? ബ്രഹ്മാവ. ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ് നാരദൻ. അവിടെ ചെന്ന അച്ഛനെ വന്ദിച്ച്, പിതാവേ എനിക്കൊരു സംശയമുണ്ട്. എന്താ സംശയം? അങ്ങ് സൃഷ്ടികർത്താവാണ്. എന്താ ഈ സൃഷ്ടികർത്താവ് എന്ന് പറഞ്ഞാൽ അർത്ഥം? സൃഷ്ടി എന്ന് പറയുന്ന പ്രക്രിയ ഉണ്ടല്ലോ, പ്രവൃത്തി, അത് വിടാതെ നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് വിചാരിക്കരുത്, ഈ ലോകം മുഴുവനും ഒരു ദിവസം ഒരു സമയത്ത് ഉണ്ടാക്കി മുഴുവനാക്കി ആ സൃഷ്ടിച്ച കർത്താവ് വിട പറഞ്ഞ് പെൻഷൻ പറ്റി ഗ്രാറ്റുവിറ്റിയും ആയിട്ട് പോയി എന്ന് വിചാരിക്കരുത്. പ്രോവിഡൻറ്റ് ഫണ്ടും ഗ്രാറ്റുവിറ്റി എടുത്ത് പോകാനൊന്നും പറ്റില്ല. ഈ ലോകത്തിൽ സൃഷ്ടി തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കണം. ഒരു ഭാഗത്ത് സൃഷ്ടി, ഒരു ഭാഗത്ത് സംഹാരം. ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യയിലെ സ്ഥിതി. അതിൽ 3 ആൾക്കും കൊണ്ട തിരക്ക. ബ്രഹ്മാവിന് ഒരു വിശ്രമമില്ല. വിഷ്ണുവിനാണോ വിശ്രമം? അതുമില്ല. ശിവനോ എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും സംഹരിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ ശരീരത്തിൽ തന്നെ പ്രതിദിനം എത്ര സെല്ലുകളും കോശങ്ങളുമാണ് ഉടഞ്ഞുടഞ്ഞു പോണത്. അതിനൊക്കെ നിർമ്മാണവും അപ്പുറത്ത് വേണം, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ തൂക്കം കുറയുമല്ലോ. അപ്പം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ തുടർച്ചയായിട്ട് നടക്കണതാ. അപ്പം ബ്രഹ്മാവിന് ഉറക്കമില്ല, വിശ്രമമില്ല. എപ്പോഴെങ്കിലും ഒരു ദിവസം അവധിയെടുത്ത് പോവാം. കാഷ്വൽ ലീവോ മെഡിക്കൽ ലീവോ ഏൺഡ് ലീവോ അങ്ങനെ വല്ലതും ഈ ബ്രഹ്മാവിനുണ്ടോ? ഇല്ല. അപ്പം നാരദ മഹർഷി അവിടെ ചെന്ന് ചോദിക്കുക, അച്ഛനോട് എന്ത് ചോദിക്കാമല്ലോ. അപ്പം അച്ഛ, എനിക്കൊരു സംശയമുണ്ട്. അങ്ങ് തോരാതെ ഇങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ആ സൃഷ്ടിയുടെ ഇടയിൽ പലതും ഇങ്ങനെ സൃഷ്ടിക്കേണ്ടി വരും. എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴെങ്കിലും ശ്രദ്ധക്കുറവ് കൊണ്ടോ മറ്റു പ്രകാരത്തിലോ പിഴവ് വന്നാലോ? ഈ പിഴവ് വരാതെ ഇരിക്കാൻ അങ്ങക്ക് എന്താണ് വഴി എന്ന് ചോദിക്കുക. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ കൂട്ടരെ?
ഞാൻ പറയണ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ, ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞു എന്ന് പറഞ്ഞങ്ങോട്ട് വിടും. പോരാ, മുക്തിസുധാകരൻ കേൾക്കുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വിടരുത്. ബ്രഹ്മാവിനെയും നാരദനെയും കൊണ്ടുവന്ന് രണ്ടുപേരിലുള്ള സംവാദം അവതരിപ്പിച്ചിട്ട് ഉദ്ദേശിക്കുന്നതും പറയുന്നതും എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യന്റെ പ്രശ്നമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആ പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ശാശ്വതമായി പ്രദാനം ചെയ്യുന്നത്. അതിനൊരു നിമിത്തം, ഒരു ഉപാഖ്യാനം എന്ന് മാത്രമേ ഉള്ളൂ ബ്രഹ്മാവും നാരദനും. അപ്പം അതിനുള്ള മറുപടി എന്താ? ഇതിൻ്റെ സാമാന്യാർത്ഥം എന്താ? ആ വിശേഷാർത്ഥമാണ്, ബ്രഹ്മാവേ അങ്ങ് സൃഷ്ടിക്കുന്നുണ്ടല്ലോ തോരാതെ, അങ്ങക്ക് എന്തെങ്കിലും പിഴവ് വന്നാലോ വരാതിരിക്കാൻ എന്താ ചെയ്യണത് എന്നൊരു അന്വേഷണം. ഇത് എല്ലാവർക്കും ബാധക. നമ്മൾ ലോകത്തിൽ ചിന്തിക്കുന്നു, സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു. ആ പ്രവൃത്തികളൊക്കെ ഏറ്റവും വലിയ വിദ്വാൻമാരായിട്ടല്ല. എല്ലാവരും ആദ്യം കല്യാണം കഴിക്കുമ്പോൾ ആദ്യമായിട്ടാണ് കല്യാണം, അവർക്ക് പൂർവ്വപരിചയമില്ല. ആദ്യത്തെ കുട്ടി പ്രസവിക്കുമ്പോൾ ആദ്യത്തെ പ്രസവ കടിഞ്ഞിലാണ്, അവർക്ക് പൂർവ്വപരിചയമില്ല. അപ്പോൾ പൂർവ്വപരിചയം ഇല്ലാതെയാണ് ജനിച്ചിരിക്കുന്നത്, പൂർവ്വപരിചയം ഇല്ലാതെയാണ് ജീവിക്കുന്നത്, പൂർവ്വപരിചയം ഇല്ലാതെയാണ് വിവാഹം കഴിക്കുന്നത്, പൂർവ്വപരിചയം ഇല്ലാതെയാണ് ആദ്യത്തെ കുട്ടിയെ പെറ്റു വളർത്തുന്നത്. അപ്പോൾ പൂർവ്വപരിചയം ഇല്ലാത്ത പല സംഗതികളും ഇവിടെയുണ്ട്. അതൊക്കെ നമുക്ക് പിഴവില്ലാതെ ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഒരാൾക്കൊരു ഉദ്യോഗക്കയറ്റം കിട്ടി, ചിലപ്പോൾ എൻ്റെ അടുത്ത് പറയും, സ്വാമിജി എനിക്കൊരു പ്രമോഷൻ കിട്ടിയിട്ടുണ്ട്, നന്നായി. ഈ പ്രമോഷൻ കിട്ടിയതിൽ വേണ്ടതുപോലെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കണമല്ലോ, അതിന് സ്വാമിജിയുടെ പ്രത്യേക അനുഗ്രഹം വേണമെന്ന് പറയും. എന്നാളൊരു കുട്ടി ടെലിഫോൺ ചെയ്തു, MBA പഠിച്ചിട്ടുള്ള കുട്ടിയാണ്. എനിക്കൊരു ടെലിഫോണിക് ഇൻ്റർവ്യൂ ഉണ്ട്. ടെലിഫോണിലാണ് ഇൻ്റർവ്യൂ. എവിടുന്ന? കുവൈറ്റിൽ നിന്നാണ് ഇൻ്റർവ്യൂ. ഒരാൾ മലേഷ്യയിൽ നിന്ന് വിളിച്ചിട്ട് എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇൻ്റർവ്യൂവിന് എന്താ പറയാൻ പോണത്? എന്ത് ചോദ്യം ചോദിച്ചാലും മറുപടി അറിയില്ല എന്നൊരു വാക്ക് മാത്രം പറയരുത്. അറിയാത്ത ചോദ്യത്തിന് പോലും തക്കൊരു മറുപടി പറഞ്ഞ്, ഈ മറുപടി പറയുന്ന ആൾക്ക് ബുദ്ധിയുണ്ട്, തൻ്റെ ഇടണ്ട്, എന്തിനും പ്രാപ്തനാണെന്നുള്ളൊരു വിചാരം ഉണ്ടാക്കത്തക്ക വിധത്തിൽ മറുപടി പറയണം. ചോദ്യത്തിന് മറുപടി ഇല്ലെങ്കിലും ഈ ചോദ്യത്തിന് പെട്ടെന്ന് മറുപടി പറയുന്നത് ശരിയല്ല. അതിനൊരു സ്വല്പം ആലോചിക്കേണ്ടി വേണ്ടി വന്നാൽ ഒരു റെഫറൻസും വേണ്ടി വരും. എന്ത് ചോദ്യമായാലും ഇതിൻ്റെ മറുപടി ഉണ്ട്, അത് ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുത്താൽ അത് മതി ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക്. അപ്പോൾ ഈ കുട്ടി MBA-കാരൻ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് ചോദ്യം ചോദിച്ചാലും അസലായിട്ട് മറുപടി പറഞ്ഞോളൂ. ഈ ആൾക്ക് സംസാരിക്കാൻ പറ്റുമോ എന്നാണ് അറിയേണ്ടത്. ഏത് സ്ഥിതിവിശേഷത്തിലും തനിക്ക് വേണ്ടത് പ്രകടമാക്കി സമർത്ഥനായിട്ട് വരുമോ എന്നാണ് അറിയേണ്ടത്. 2ഉം 3ഉം കൂടിയാൽ എത്രയാ? 5 എന്ന് അറിയാനല്ല ഇൻ്റർവ്യൂ. നമ്മൾക്ക് ഈ ആള് നമ്മുടെ പ്രതിനിധിയായി വേണ്ടതുപോലെ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെന്നാണ്. അപ്പം അതിന് വേണ്ട വാചാലതയും കോൺഫിഡൻസും ഭാഷയും എല്ലാം ഉണ്ടെന്ന് പറയത്തക്ക വിധത്തിൽ വേണമെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഒന്നാമനായി പാസ്സായി. എത്ര? 2 പേരും. അപ്പം നിങ്ങൾ നല്ല പോലെ ഇത് മനസ്സിലാക്കണം. ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം നേരിടേണ്ടി വരും. എവിടെ ചെന്നാലും ഒന്നാമനാവാനുള്ള ഒരു വളർച്ച നമുക്ക് ഉണ്ടാവണം. അതാണ് യോഗ കർമ്മസു കൗശലം എന്ന് പറയുന്നത്. അപ്പം ഈ ചോദ്യം ബ്രഹ്മാവിനോട് നാരദൻ ചോദിച്ചു, ഒരു പുരാണ കഥ എന്ന് പറഞ്ഞ് നിങ്ങൾ വിടരുത്. ഈ പുരാണം എഴുതിയത് തന്നെ സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കാനാണ്. ശാശ്വതമായ സംഭവങ്ങൾ, ശാശ്വതമായ സ്ഥലങ്ങൾ, ശാശ്വതമായ വ്യക്തികൾ അങ്ങനെ വരുമ്പോൾ അത് എല്ലാ കാലത്തും ചർച്ച ചെയ്യും. ഈ ആനുകാലികമായി എഴുതിയ നോവല് ശാശ്വതമായിട്ട് നിൽക്കില്ലല്ലോ. എന്താ കാരണം? ആനുകാലികത്വമേ ഉള്ളൂ അവിടെ. നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും ആനുകാലികമല്ല, അത് ശാശ്വതമാണ്. അത് വായിച്ച് അതാത് കാലത്ത് നമുക്കിപ്പോൾ പ്രസൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഭൂമാനന്ദ സ്വാമി നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഇതിഹാസങ്ങളൊക്കെ എങ്ങനെയാവണമെന്ന് പറയും നിങ്ങൾ. അത് ഷെൽഫിൽ വയ്ക്കാനുള്ളതോ അതോ നിങ്ങളുടെ ജീവിതത്തിൽ അവതരിപ്പിക്കാനും ആനയിക്കാനും അനുധാവനം ചെയ്യാനും അനുഷ്ഠിക്കാനും പിന്തുടരാനും ഉള്ളതോ? മറുപടി പറയും നിങ്ങൾ. മനുഷ്യൻ്റെ സ്വഭാവം, മനുഷ്യൻ്റെ പെരുമാറ്റം, ലോകവുമായുള്ള സമ്പർക്കം, അതിലെ കുശലത, മികവ്, അതിൽ എല്ലാ വിധത്തിലും അങ്ങനെ തിളക്കം വേണം. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. അർജുനൻ ചൂളി ഇവിടെ യുദ്ധത്തിൻ്റെ മുൻപിൽ സാധിക്കില്ല എന്ന് പറഞ്ഞ് ആ ചൂളിയെ അർജുനനെ കൊണ്ട് തിളക്കിപ്പിക്കുകയാണ് ചെയ്യാൻ പോണത് അവിടെ. അതിനുള്ളതാണ് ഈ ഉപദേശം. അപ്പൊ ജീവിതത്തിനാണ്. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു അത്രേ നാരദനോട്, ഈ ശ്ലോകം ഞാൻ എന്നോ വായിച്ചത് മുതൽക്ക് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ വെറുതെ വായിക്കില്ല, വായിക്കണതോ വായിച്ചത് മനസ്സിലുണ്ടാവും, അല്ലാതെ വായിക്കണ്ട. നമ്മുടെ ശാസ്ത്രങ്ങളും ശാസ്ത്രവാക്യങ്ങളും ഒക്കെ അങ്ങേ അറ്റത്തെ സുഹൃത്തുക്കളാണ്. ഈ ഗുരു എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? എല്ലാ കാലത്തും നമുക്കൊരു താങ്ങും തണലുമായി നിന്ന്
നമ്മുടെ കൂടെ തലയ്ക്ക് മീതെ ഒരു കൈ വെച്ചുകൊണ്ട് എപ്പോഴും ഏത് സമയത്തും എത്ര തെറ്റ് ചെയ്താലും ഒരു ഗുരുവിൻ്റെ മുൻപിൽ അഭയം പ്രാപിച്ച അദ്ദേഹം അഭയം പ്രാപിക്കരുത് എന്ന് പറയില്ല. ഗുരു എന്ന് പറഞ്ഞാൽ ആത്മസുഹൃത്ത് എന്നർത്ഥമാണ്. തൻ്റെ സ്വന്തം ആത്മാവ് തനിക്ക് കാണാൻ പറ്റില്ല, കാണപ്പെടുന്ന ആത്മാവാണ് ഗുരു. അപ്പം ശാസ്ത്രവാക്യങ്ങൾ മുഴുവൻ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ ഉറ്റ ബന്ധുവാണെന്ന് വിചാരിച്ചിട്ട് വേണം വായിക്കാൻ. അത് വായിച്ചത് മനസ്സിൽ ഇങ്ങനെ വരണം, സന്ദർഭത്തിനും സൗകര്യത്തിനും അനുസരിച്ച് ഓർമ്മ വരണം. ആ ഓർമ്മ വരുമ്പോൾ അത് മുഴുവനും മനസ്സിലുള്ള ഒരു ഊട്ടാണ്. നമ്മൾ പ്രസാദ ഊട്ട് എന്ന് പറഞ്ഞ് ചോറും കറിയുമായി ക്ഷേത്രത്തിൽ കൊടുക്കും. വാസ്തവത്തിൽ പ്രസാദം എന്ന് വെച്ചാൽ മനസ്സിനുള്ള തെളിച്ചവും സന്തോഷമാണ്. ആ പ്രസാദം ഊട്ടാണ് ശാസ്ത്രങ്ങൾ ഓരോന്നും നമുക്ക് വായിക്കുമ്പോഴും ഓർമ്മ വയ്ക്കുമ്പോഴും ചെയ്യുന്നത്. മനഃപ്രസാദം ഊട്ടുന്നതാണ് ശാസ്ത്രങ്ങളും ശാസ്ത്രാവതരണങ്ങളും മുഴുവനും എന്ന് മനസ്സിലാക്കിയാൽ എനിക്ക് സന്തോഷമായി. അപ്പം മറുപടി പറയാണത്രേ. എന്താ മറുപടി പറഞ്ഞ? ശ്രീമദ് ഭാഗവതത്തിലുള്ളതാ. ന ഭാരതീമേംഗമൃഷോപലക്ഷ്യത്തെ നവൈക്വചിന്മേ മനസോ മൃഷാഗതി നമേ ഹൃഷീകാണി പതന്ത്യ സത്പഥേ യന്മേ ഹൃദൗത്കണ്ഠ്യവതാ ധൃതോ ഹരിഹി. എൻ്റെ ഭാഗവതന്മാരെ, നിങ്ങൾ ആരെങ്കിലും ഈ ശ്ലോകം വായിച്ച് നിങ്ങളുടെ മനസ്സിൽ ഇത് തട്ടിയിട്ടുണ്ടോ? ഭാഗവത പണ്ഡിതന്മാരെ, അവരോടും ചോദിക്കുന്നു, ഈ ശ്ലോകം നിങ്ങളുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. എത്രയോ ശ്ലോകങ്ങളുണ്ടല്ലോ ലോകത്തിൽ, ഭാഗവതത്തിലുണ്ടല്ലോ. ഈ ഒരു ശ്ലോകം നിങ്ങളുടെ മനസ്സിൽ തട്ടിയോ? അതൊരു മൂല്യമാണ്, ഒരു മാനദണ്ഡമാണ്, ഒരു മാറ്ററക്കല്ലാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നോക്കൂ. ന ഭാരതീമേംഗമൃഷോപലക്ഷ്യതേ. എൻ്റെ പൊന്നുമോനെ, ഞാൻ പറയണത് കേൾക്കൂ. ഭാരതി എന്ന് പറഞ്ഞാൽ നാവ്. എൻ്റെ നാവ് ഒരിക്കലും തെറ്റായ ഒരു മാർഗത്തിൽ ഇറങ്ങിയിട്ടില്ല. ഞാൻ നാവ് കൊണ്ട് സംസാരിക്കുന്ന കാര്യമുണ്ടല്ലോ, ആ സംസാരിക്കുന്ന കാര്യം ഒരു തെറ്റായി എന്നിങ്ങനെ വന്നിട്ടില്ല. നാവ് എന്നെ അങ്ങനെ സംസാരിപ്പിക്കില്ല. നവൈക്വചിന്മേ മനസ്സോ മൃഷാഗതി. അതുപോലെ എൻ്റെ മനസ്സുണ്ടല്ലോ, തെറ്റായ കാര്യങ്ങളോ വൃഥാ കാര്യങ്ങളോ ചിന്തിച്ച് അവിടെ ചെന്നിറങ്ങാറുമില്ല. നമേ ഹൃഷീകാണി പതന്ത്യ സത്പഥേ. എൻ്റെ ഇന്ദ്രിയങ്ങൾ ഒരിക്കലും ദുഷ്പഥത്തിൽ ചെന്നിറങ്ങാറില്ല എന്ന്. അപ്പം എന്തൊക്കെയാണ് ഇവിടെ പറയണത്? എൻ്റെ നാവ്, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, വേറെ ഒന്നുമില്ലല്ലോ. ഇനി ഒരു ഭാഗത്ത് നാവ്, വാചികം, ഐന്ദ്രിയം, പിന്നെ മാനസം. ഇതൊന്നും തെറ്റ് ചെയ്യുന്നത് അങ്ങനെ ഉണ്ടാവില്ല എന്ന്. എന്താ കാരണം? എൻ്റെ മിടുക്കല്ല. ഞാൻ ആലോചിച്ച് തീരുമാനങ്ങളെടുത്ത് ഡിസൈൻ ചെയ്ത് അത് അപ്രൂവ് ചെയ്യിച്ചൊക്കെയാണ് സൃഷ്ടിക്ക് പുറപ്പെടണേന്ന് വെച്ചാൽ അത് നടക്കില്ല. ക്ഷീണമുണ്ടാവും, സമയം കിട്ടില്ല, ധൃതിയിൽ പെട്ടിട്ടുണ്ടാവും, ചില ഭാഗങ്ങളൊക്കെ മനസ്സിൽ തട്ടിയെന്ന് വരില്ല. അങ്ങനെ ആലോചിച്ച് ചെയ്യുന്നതല്ലാന്ന്. എൻ്റെ പ്രവൃത്തികളെല്ലാം നന്നാവണം എന്ന് വിചാരിച്ച് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഞാനൊരു നിമിത്തം, ഒരു ഉപകരണം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതിനുള്ള വഴി എന്താ? യന്മേ ഹൃദ ഉത്കണ്ഠ്യവത ധൃതോ ഹരിഹി. വളരെ ഉത്കണ്ഠയോടുകൂടി, ആങ്സൈറ്റിയോടുകൂടി, കൺസേണോടുകൂടി ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ശ്രീഹരിയെ, മഹാവിഷ്ണുവിനെ എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുക. അപ്പം ഹരിയെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചത് മൂലം ആ ഹരിയാൽ പ്രേരിതനായി, പ്രചോദിതനായി, നയിക്കപ്പെട്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നന്നാവും. എൻ്റെ നാവ് ശരിക്കേ സംസാരിക്കൂ, എൻ്റെ കണ്ണും കാതുമെല്ലാം വേണ്ടതുപോലെ പ്രവർത്തിക്കും, എൻ്റെ മനസ്സും വേണ്ടതുപോലെ ചിന്തിക്കും. ഇതാണ് എൻ്റെ രഹസ്യം, അല്ലാതെ എൻ്റെ മിടുക്കുകൊണ്ടല്ല എന്ന്. എത്ര വിശേഷപ്പെട്ട ഒരു സ്ഥിതിയും മഹത്വമാണ്. ഞാൻ നിങ്ങളോട് സ്ഥിതപ്രജ്ഞനെയും സ്ഥിതധിയെയും കുറിച്ച് സംസാരിച്ചു. ഇവിടെ ഭക്തിനിധിയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. ഇത് നല്ല പോലെ മനസ്സിലാക്കി. അപ്പോൾ ഞാനിവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കണു. ഈ സംസാരിക്കുന്നതിന് മുഴുവനും ആലോചിച്ച് അങ്ങനെ ഒരു മൂശയിൽ വാർത്തെടുക്കാനൊന്നും പറ്റില്ല. എൻ്റെ ഉള്ളിലൊരു മൂശയുണ്ട്. ആരാത്? ശ്രീഹരി. ആ മൂശയിൽ വാർത്തെടുത്തിട്ടേ വരാൻ പാടുള്ളൂ നാവിലൂടെ എന്ന് ഞാൻ എപ്പോഴും വിചാരിച്ചിരിക്കുക. എന്തിനാ അത് ഇത്ര കഷ്ടപ്പെടണേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഭക്തിയോ ഈശ്വരനിലെ ആശ്രയമോ ഒരു കഷ്ടപ്പാടുള്ള കാര്യമല്ല. നമ്മളൊക്കെ ജനിച്ചിരിക്കുന്നത് നാം ആവശ്യപ്പെട്ടിട്ടല്ല. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്നു വീണത് ഭൂമിയിലാണ്. ഭൂമി ഇല്ലെങ്കിൽ നമ്മൾ വീഴും അവിടെ. ആ ഭൂമിയിൽ തന്നെയല്ലേ അമ്മയും ഉണ്ടായിരുന്നത്. അപ്പം നമുക്കൊക്കെ മുമ്പ് ഇവിടെ പഞ്ചഭൂതങ്ങളുണ്ട്.
ആ പഞ്ചഭൂതങ്ങൾ രചിച്ച മഹാപ്രഭാവവുമുണ്ട്. ആ പ്രഭാവത്തിൻ്റെ കീഴിലാണ് ലോകത്തിലെല്ലാം നടക്കുന്നത്. പിന്നെ നമ്മൾ നടക്കുന്നതോ വിശേഷമായിട്ടല്ല, അതിൽപ്പെട്ടത് തന്നെ. ആ ഒരു വിചാരം മനസ്സിലുള്ളപ്പോൾ ഇതിൽ ഉത്തരവാദിത്വം ക്രമം വിട്ടൊന്നുമില്ല. നമുക്ക് നല്ലത് പറയണം എന്നൊരു വിചാരമുണ്ട്. ആ വിചാരത്തിൽ നല്ലത് ആരായി നല്ലത് എപ്പോഴും ഉണ്ടാക്കി തരിക? ആലോചിച്ചിട്ടാണോ ഈ സംസാരിക്കുന്നത്? ഓരോ വാക്കും ഒന്നിനു പുറകെ മറ്റൊന്ന് വരണം എന്നുണ്ടെങ്കിൽ ആലോചിച്ച് പറയാൻ പറ്റുമോ? ഞാൻ പലപ്പോഴും കമ്പ്യൂട്ടറിൽ ഇരുന്ന് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നോക്കും, ഈ വിരലിൻ്റെ തുമ്പിട്ട് ഇങ്ങനെ അനങ്ങും, ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ വരുന്നു. ഈ വിരലിന് എഴുതാൻ അറിയോ? അറിയില്ല. പിന്നെ ആരായി എഴുതണേ? എനിക്ക് തോന്നണത് ആ എഴുത്ത് തന്നെ, ആ കമ്പ്യൂട്ടറിൻ്റെ കീ ഓപ്പറേറ്റ് ചെയ്ത് സ്ക്രീനിൽ ഓരോ അക്ഷരം വരുന്നത് തന്നെ, അത് തന്നെ സൃഷ്ടിവിശേഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വിട്ടൊരു പൂജയില്ല, അത് വിട്ടൊരു സ്തുതിയില്ല, അത് വിട്ടൊരു ഭഗവത് ദർശനവുമില്ല. അതൊക്കെ ഭഗവാന്റെ ദർശനങ്ങളാണ്. എത്ര ഭംഗിയായിട്ടാണ് ഓരോന്ന് വരുന്നത്. നമ്മളത് കാണുന്നില്ലല്ലോ. നമ്മൾ നടക്കണുണ്ടെങ്കിൽ അത് ഭഗവാന്റെ വൈഭവമാണ്. നമ്മൾ കുളിക്കുന്നുണ്ടെങ്കിൽ അതാണ്, ശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ്. അതല്ലേ ധ്രുവൻ പറഞ്ഞത്, പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം എന്ന് പറഞ്ഞ് ആദ്യമായി സ്തുതിച്ചതിൽ എന്താ അർത്ഥം? ആലോചിച്ച് നോക്കൂ. അപ്പോൾ എന്മേ ഹൃദ ഔത്കണ്ഠ്യവതാ ധൃതോ ഹരിഹി, ഉത്കണ്ഠയോട് കൂടിയിട്ട് ഞാൻ ഹരിയെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ആ വാക്കിന് വലിയ അർത്ഥമാണ് ഉത്കണ്ഠ. നിങ്ങൾ ഭഗവാനെ പേടിക്കുകയല്ല വേണ്ടത്, ആദരിക്കുകയല്ല വേണ്ടത്. ഭഗവാനെ ഉത്കണ്ഠയോടുകൂടി ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം, സ്ഥാപിക്കണം. ഇപ്പം എന്തിനാ ഞാനിത് പറഞ്ഞത്? ലോകത്തിൽ നമുക്ക് പല ദൗത്യങ്ങൾ നിർവഹിക്കേണ്ടി വരും. പലർക്കും പല തൊഴിലും പല മണ്ഡലവും പല വൃത്തികളുമൊക്കെയാണ്. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് എന്തു തന്നെ പ്രതിസന്ധികൾ വന്നാലും അത് നേരിട്ട് നമ്മുടെ ഉള്ളിൽ തട്ടാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കണം. ഇപ്പം മഹാഭാരതത്തിൽ ഗീത ഉപദേശിക്കുന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണല്ലോ അർജുനന്. ഇവിടെ ഒരു കർമ്മരംഗമാണ്. ഭാഗവതത്തിൽ ഉദ്ധവനോട് ഉപദേശിച്ചതോ കർമ്മരംഗമല്ല, വിരാമരംഗമാണ്. പക്ഷേ രണ്ടിലും പ്രശ്നം ഒന്ന് തന്നെയാണ്. അവിടെയും കൃഷ്ണൻ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. വെറും ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല, ലോകത്തിൽ കർമ്മനിരതരായി എങ്ങനെ ജീവിക്കണം, ഭക്തി തന്നെ സാക്ഷാത്കരിക്കാൻ പൂർണ്ണമായി പറ്റിയില്ല, ലോകത്തിൽ പിടിച്ചുവലിയുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത് എന്നൊക്കെ പറയുന്ന രംഗമാണ്. അവിടെ ഭക്തിഭാഷ, ഇവിടെ കർമ്മഭാഷ, ഈ വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബ്രഹ്മാവിന് പോലും സൃഷ്ടിക്കുന്നതിൽ വിഷമമില്ലേ എന്ന് നാരദൻ ചോദിക്കുന്നു. അപ്പം എനിക്ക് വിഷമമില്ല, എന്താ കാരണം? ഉത്കണ്ഠയോടുകൂടി ഞാൻ ഹരിയെ ഉള്ളിൽ നിർത്തുന്നു, അതുകൊണ്ട് എൻ്റെ നാവ് പിഴയ്ക്കുന്നില്ല, ഇന്ദ്രിയങ്ങൾ പിഴയ്ക്കുന്നില്ല, മനസ്സ് പിഴയ്ക്കുന്നില്ല എന്ന്. അങ്ങനെ ഒരു നില നിങ്ങൾക്ക് എല്ലാവർക്കും വരണം. ഈ മുക്തിസുധാകരൻ കേൾക്കുന്നത് എന്തിനാ? വെറും ശ്രവണമാണോ അത്? അത് കേൾക്കുന്ന സമയത്ത് കൃഷ്ണൻ പറഞ്ഞു കൊടുത്തത് ഒരു നിലയ്ക്ക് അർജുനനിൽ സാധന രചിച്ചുകൊണ്ടാണ് പറഞ്ഞു കൊടുത്തത്. അത് കേൾക്കുന്ന സമയത്ത് അർജുനൻ്റെ മനസ്സിൽ ഒരു തീർത്ഥയാത്ര പോലെയാണ് അത് നടക്കുന്നത്. കേട്ടത് ലയിച്ചു ചേർന്ന് ആത്മസാത്കരിച്ച് അവസാനം ആശയത്തെളിച്ചം വന്നു, എണീറ്റു, അമ്പും വില്ലും എടുത്ത് പ്രയോഗം തുടങ്ങി. അതേമാതിരി നിങ്ങൾക്കും ലോകത്തിൽ സടകുട എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ സാധിക്കണം. ആ ഭക്തിഭാഷയിൽ പറയുന്നത് കേൾക്കൂ എങ്ങനെയാണെന്നുള്ളത്. ജാതശ്രദ്ധോ മത്കഥാസു നിർവിണ്ണ സർവകർമ്മസു വേദ ദുഃഖാത്മകാൻ കാമാൻ പരിത്യാഗേപ്യനീശ്വര. കൃഷ്ണൻ പറയുകയാണ്, ഇങ്ങനെയുള്ള കഥകളോ ഇതിഹാസങ്ങളോ പുരാണങ്ങളോ ഭാഗവതമോ ഒക്കെ കേൾക്കുന്ന സമയത്ത് ജാതശ്രദ്ധ മത്കഥാസു, ലോകത്തിലാണ് ജീവിതം, കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഉദ്യോഗമുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്. ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ അതിലൊരു ശ്രദ്ധ തോന്നി. കാര്യം ജീവിതം ലൗകികമാണ്. ആ ലൗകിക ജീവിതത്തിൽ ഈ ഈശ്വരൻ്റെ കഥകളും വർണ്ണനകളും ഇങ്ങനെ കേൾക്കുമ്പോൾ അതിലെന്തോ അകാരണം എനിക്കൊരു രുചി തോന്നും. ആ രുചി തോന്നിയിട്ട് അത് കൂടുതൽ കേൾക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ നിസ്സാരത കാര്യമായി വെളിപ്പെടുത്തുന്നതാണ് ശ്രീമദ് ഭാഗവതം. ഭാഗവതത്തിന് 3 കൂട്ടം സാധനങ്ങളാണല്ലോ: ഭക്തി, വിരക്തി, ഭഗവത് പ്രബോധ. ഭഗവാനോട് ഭക്തി, മറ്റെല്ലാ വസ്തുക്കളോടും വിരക്തി. ഇത് രണ്ടും കൂടിയാൽ ഈശ്വരബോധം ഹൃദയത്തിലും മനസ്സിലും. ഈ 3 കൂട്ടം സാധനങ്ങളാണ് ഭാഗവതം ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതും ജനങ്ങളുടെ മനസ്സിൽ തൊടുത്തുവിടുന്നതും. അപ്പോൾ വിരക്തി വന്നു. അങ്ങനെ വിരക്തി വന്നപ്പോൾ ഞാനിവിടെ ജീവിക്കുന്നുണ്ടെങ്കിലും
ഈ ജീവിതത്തിൽ എന്തെല്ലാം സമ്പർക്കം നടത്തുന്നുണ്ടോ ഇതെല്ലാം ദുഃഖജനകമാണല്ലോ. ഇവിടെ നമ്മുടെ അഭീഷ്ടം പൂർണ്ണമായി നിറവേറ്റാൻ പറ്റിയ ഒരു സാധനവും ഇവിടെ ഇല്ല. എല്ലാം ദുഃഖയോനിയ. അത് സമ്മതിച്ചു. പക്ഷേ ദുഃഖയോനിയാണെന്ന് പറഞ്ഞ് പരിത്യാഗേപ്യനീശ്വര, ഇതൊക്കെ വിട്ടങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ അതെനിക്ക് സാധിക്കൂല എന്ന്. വാസ്തവത്തിൽ ഇങ്ങനെയുള്ളവരല്ലേ ഭൂരിപക്ഷം ജനങ്ങൾ. പറയുന്നതിനോട് അവർക്ക് എതിർപ്പില്ല, ശരിയാണെന്നാണ് തോന്നുന്നത്. ഈ ലോകം നിസ്സാരമാണ്, ദുഃഖയോനിയാണ് ഇവിടെ മുഴുവനും. അങ്ങനെയാണെങ്കിൽ ഇത് വിടാൻ പറ്റില്ലല്ലോ. ശരീരത്തിന് വിടാൻ പറ്റാത്തതുപോലെ ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും വരുന്ന സമ്പർക്കം അതിൽ നിന്നും വിട്ടുനിൽക്കാൻ പറ്റില്ല. എന്നാലോ ഇത് ദുഃഖമാണേനും ഈശ്വര കാര്യങ്ങളിൽ ശ്രദ്ധയുമുണ്ട്, മനസ്സിൽ വൈരാഗ്യം തോന്നുന്നു. ആ വൈരാഗ്യത്തിന് അനുസരിച്ച്, നിസ്സാരബോധത്തിനനുസരിച്ച് വിടാനും പറ്റില്ല. അങ്ങനെ വരുന്ന ആളോ തതോ ഭജേത മാം പ്രീതഃ ശ്രദ്ധാലുർ ദൃഢനിശ്ചയഃ ജുഷമാണശ്ച താൻ കാമാൻ ദുഃഖോദർക്കാംശ്ച ഗർഹയൻ. പ്രേക്ഷകരെ വളരെ ശ്രദ്ധിച്ചു കേൾക്കൂ, ശ്രദ്ധിച്ചു തന്നെ കേൾക്കണം. തതോ ഭജേത മാം പ്രീതഃ, വളരെ സന്തോഷത്തോടു കൂടി അവർ എന്നെ ഭജിക്കട്ടെ. ലോകം വിടണ്ട, ലൗകിക സുഖഭോഗങ്ങളും നിങ്ങൾക്ക് വിടാൻ പറ്റില്ലെങ്കിൽ വിടണ്ട. പക്ഷേ ഭജിക്കണം എന്നെ. എങ്ങനെ ഭജിക്കണം? ശ്രദ്ധാലുഹു ദൃഢനിശ്ചയ. ആ ഭജിക്കുന്നതിൽ നല്ല ശ്രദ്ധ വേണം, ഉറച്ച ബുദ്ധിയുമാവണം. എന്തിലായി ഉറപ്പ്? ലോകം നശ്വരമാണ്, വസ്തുക്കളെല്ലാം ദുഃഖോദർക്കങ്ങളാണ്, ദുഃഖയോനികളാണ്. ആ ധാരണയിൽ ഒരു മാറ്റവും വരുത്തരുത്. അതൊരു വിലമതിപ്പാണ്. കാര്യങ്ങൾക്ക് വില കൽപ്പിച്ചു കൊടുക്കുക. 10 റുപ്യയുടെ ഒരു നോട്ട് കിട്ടിയാൽ ഇതിന് 10 റുപ്യയാണ് വില എന്ന് നിങ്ങൾ നിശ്ചയിക്കുന്നത് പോലെ, സ്വർണത്തിന് സ്വർണമായും വെള്ളിയെ വെള്ളിയായും ചെമ്പിനെ ചെമ്പായും കാണുന്നത് പോലെ ഈ ലോകവസ്തുക്കൾക്ക് നമ്മളെ വ്യഥിപ്പിക്കാനായിട്ടുള്ള ഒരു തലയിലെഴുത്തേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ജുഷമാണശ്ച താൻ കാമാൻ, അവയെ അനുഭവിച്ചോളൂ. അനുഭവിക്കണ്ടെന്ന് ഞാൻ പറയണില്ല. ഇന്ദ്രിയ നിലവാരത്തിൽ അവയോട് സമ്പർക്കം പുലർത്തിക്കോളൂ. പക്ഷേ ദുഃഖോദർക്കാംശ ഗർഹയൻ, മനസ്സിൽ ആവർത്തിച്ച് പറയണം, ഇതൊക്കെ ദുഃഖകാരണമാണ് എന്നിങ്ങനെ ഗർഹയൻ, അതിൻ്റെ വിലയെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് നല്ലതാണ് കേമമാണ് എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യണ്ട. ഇത് നമ്മളെ അധപ്പതിപ്പിക്കുന്നതാണ്, നശ്വരതയിലിട്ട് വലയ്ക്കുന്നതാണ് എന്ന് വിചാരിച്ച് ഗർഹയൻ പ്രോക്തേന ഭക്തിയോഗേന ഭജതോ മാ അസകൃന്മുനേ. ഭക്തിയോടുകൂടി എന്നെ ഭജിച്ചോട്ടെ. ഒന്നും അനുഭവിക്കണ്ടെന്ന് ഞാൻ പറയണില്ല. അനുഭവം ഇന്ദ്രിയത്തിൻ്റെ വായുടെ നിലവാരത്തിൽ നടന്നോട്ടെ, മനസ്സിലാവട്ടെ അത് ശരിയല്ല, ദുഃഖോദർക്കങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. കാമാ ഹൃദയ നശ്യന്തി സർവേ മയി ഹൃദിസ്ഥിതേ. അങ്ങനെ എന്നെ എപ്പോഴും മനസ്സിൽ നിർത്തിക്കൊണ്ടിരിക്കണം. ആ നിർത്താൻ ഈ ദുഃഖോദർക്കമായ വിഷയങ്ങൾ നിങ്ങളെ സഹായിക്കും. ഞാൻ എവിടെയാ ജീവിക്കുന്നത്? നശ്വരമായ ലോകത്തിൽ. എന്തുകൊണ്ടാണ് ജീവിക്കുന്നത്? നശ്വര ദേഹം കൊണ്ട്. അപ്പം നശ്വര ദേഹം കൊണ്ട് നശ്വര ലോകത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് അനശ്വരത കൈവരില്ല. എന്നാൽ ഞാൻ ആവശ്യപ്പെടുന്നത് അനശ്വരമായ സുഖമാണ്. അത് ലോകത്തിൽ നിന്ന് കിട്ടില്ല. അപ്പം പിന്നെ എന്തു വേണം? അനശ്വരനായ ഈശ്വരനെ ആശ്രയിക്കണം, ഭജിക്കണം. ആ ഭജന മനസ്സിലിങ്ങനെ നടക്കട്ടെ. എങ്ങനെ? കാമാ ഹൃദയ നശ്യന്തി സർവേ മയി ഹൃദിസ്ഥിതേ. നിങ്ങളുടെ പൂജ എന്താവണം? പൂജാമുറിയിൽ നിന്ന്, ക്ഷേത്രത്തിൽ നിന്ന്, തീർത്ഥസ്ഥാനങ്ങളിൽ നിന്ന്, അവിടുന്നൊക്കെ വിട്ട് നിങ്ങളുടെ പൂജ ഹൃദയേശ്വരനായിരിക്കണം. ഹൃദയത്തിൽ വേണം നമുക്ക് ഭഗവാനെ പ്രതിഷ്ഠിക്കാനും സ്ഥാപിക്കാനും. അങ്ങനെ വന്നാൽ കാമാ ഹൃദയ നശ്യന്തി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഭഗവാനെ നമ്മൾ മനസ്സിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാനുള്ള സമയത്ത് കാമങ്ങൾക്ക് യാതൊരു ആവശ്യവും ഉണ്ടാവില്ല, അപ്രസക്തമാവും. ഈശ്വരൻ നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നതോടുകൂടി ലോകവസ്തുക്കൾ ഒന്നിലും നിങ്ങൾക്ക് ആശയില്ലാതെയാവും. ഒരു യുദ്ധവുമില്ലാതെയാണ് അത് നടക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, അനുഭവിക്കുന്നത് വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കണം എന്ന് പറയുന്നില്ല. ആ അനുഭവിക്കുന്ന പദാർത്ഥങ്ങൾ ദുഃഖോദർക്കങ്ങളാണെന്ന് മനസ്സിൽ വീണ്ടും സ്മരിച്ചുകൊണ്ട് അതിൻ്റെ വിലയെ നിഷേധിച്ച് തള്ളിക്കൊണ്ട് വേണം അനുഭവിക്കാൻ.
അങ്ങനെ അനുഭവിക്കുന്ന സമയത്ത് ഓരോ തവണ അനുഭവിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ വൈരാഗ്യം കൂടും, ആശ അറ്ററ്റു പോവും. ഇത് വിട്ടുകഴിഞ്ഞാൽ ഒരു പക്ഷേ ആശ പോവില്ല, വിട്ടത് കൊണ്ട് കൂടുതൽ ആശ വരും. അനുഭവിക്കുന്ന സമയത്ത് അതിൻ്റെ വില കുറച്ച് കണ്ടാൽ ഓരോ തവണ കഴിക്കുമ്പോഴും ആ വിലക്കുറവ് കൂടുതലാണ് മനസ്സിൽ ഊന്നി ഉറച്ചു വരിക. അരുതാത്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ചെയ്തുല്ലോ എന്നുള്ളൊരു തോന്നൽ എത്ര ശക്തമാവും. അപ്പോൾ ഇത് കൊള്ളാവുന്നതാണെന്ന് പറഞ്ഞ് ചെയ്യരുത്, അരുതാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനുഭവിച്ചാൽ ഓരോ തവണ അനുഭവിക്കുമ്പോഴും വൈരാഗ്യത്തിന് 1ന് 10 ഇരട്ടിയാണത് കൂടി വരിക. എന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ ശോഭിക്കും. ആ ശോഭിക്കുന്നതോടുകൂടി കാമങ്ങൾ മുഴുവൻ അസ്തമിക്കും. പ്രോക്തേന ഭക്തിയോഗേന ഭജതോ മാ അസകൃന്മുനേ. ഇവിടെയും എന്താ നമുക്ക് മനസ്സിലാക്കാനുള്ളത്? അവിടെ ഇന്ദ്രിയങ്ങളെ മെരുക്കിയെടുത്തുകൊണ്ട് സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് കർമ്മം ചെയ്യണം എന്നാണ് അവിടെ പറയുന്നത്. ഭാഗവതത്തിൽ പറയണതോ ഭഗവാനെ ഭജിച്ചുകൊണ്ട് ഭഗവാനെ ഹൃദയത്തിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ എന്തെല്ലാം വേണമോ അതൊക്കെ ചെയ്തോളൂ. ആ ചെയ്യുന്ന സമയത്ത് ഈ ലോകവസ്തുക്കൾ നശ്വരമാണെന്ന് വിചാരിച്ച് മനസ്സിലൊരു നിന്ദയും ഒരു നിഷേധവും തോന്നണം. ആ നിഷേധം മൂത്ത് നിങ്ങൾ ആശാമുക്തരായി തീരും. അപ്പോഴും പറയണില്ല ഈ ലോകത്തിന് വിട്ട് ഓടിപ്പോവൂ എന്ന് പറയണില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോഗിക്കാനുള്ള ഒരു ഫോമുലയാണിത് എന്ന് നല്ല പോലെ മനസ്സിലാക്കുക. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. അടുത്തത് നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോഹ്യകർമ്മണഃ ശരീരയാത്രാഭിജതേ ന പ്രസിദ്ധേത് അകർമ്മണഃ. അതുകൊണ്ട് എന്തു വേണം അർജുന? ഇടം വലം നോക്കണ്ട. നിയതം കുരു കർമ്മത്വം. നിയതം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? നിരന്തരം. നഹി കശ്ചി ക്ഷണമഭി ജാതുതിഷ്ഠത്തി അകർമ്മകൃത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒരു ക്ഷണം പോലും കർമ്മം ചെയ്യാതെ ഇരിക്കുക സാധ്യമല്ല. പ്രകൃതിയുടെ ഗുണങ്ങൾ നമ്മെ സദാ പ്രേരിപ്പിച്ചുകൊണ്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ക്ഷണം പോലും മിണ്ടാതെ ഇരിക്കാൻ പറ്റില്ല എന്ന് അത് പറഞ്ഞു കഴിഞ്ഞു. ക്ഷണം പോലും മിണ്ടാതെ ഇരിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പം പിന്നെ എന്തു വേണം? ക്ഷണം വിടാതെ നിയതം കുരു കർമ്മത്വം, നിരന്തരം പ്രവർത്തിച്ചോളൂ. കണ്ണു തുറന്ന് കാലത്തോ മറ്റു സമയങ്ങളിലോ എഴുന്നേറ്റു എന്നുണ്ടെങ്കിൽ പിന്നെ കണ്ണടച്ചുറങ്ങുന്നത് വരെ പ്രവൃത്തി നിരതനായിക്കോളൂ. ഇന്ന പ്രവൃത്തിയൊന്നുമില്ല. വായിക്കാം, എഴുതാം, വയ്ക്കാം, വിളമ്പാം, ഓഫീസിൽ പോവാം, ജോലി ചെയ്യാം, യാത്ര ചെയ്യാം, അതിൻ്റെ ഇടയിൽ ക്ഷേത്രത്തിൽ പോവാം, ഇതിഹാസങ്ങൾ വായിക്കാം, മഹാഭാഗവതം പഠിക്കാം, ഭഗവത്ഗീത ഉരുവിടാം. എല്ലാ പ്രവൃത്തികളും ചെയ്തോളൂ. കർമ്മജ്യായോ ഹ്യകർമ്മണഃ. അകർമ്മണഃ കർമ്മജ്യായ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രവർത്തിക്കാതെ അലസനായിരിക്കുന്നതിനേക്കാളും എത്രയോ മികച്ചതാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? ചലനം. നമ്മുടെ ശരീരത്തിന് എല്ലാ അവയവങ്ങളും ഉണ്ടല്ലോ, അത് ചലിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. നിങ്ങൾ നടക്കുമ്പോൾ കൈ വീശി നടക്കണം, കാല് വേണ്ടതുപോലെ നീട്ടി വെച്ച് നടക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തലയൊന്ന് കുലുങ്ങുകയാണെങ്കിൽ കൂടുതൽ നന്നായി. നമ്മുടെ അവയവങ്ങളൊക്കെ പ്രയോഗിക്കാനുള്ളതാണ്. വിരലാണെങ്കിൽ മടക്കണം നീർത്തണം, കാലുമുട്ടിൻ്റെ അവിടെ പിന്നാക്കം മടത്തണം. നിങ്ങൾ എക്സസൈസ് എടുക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു എക്സസൈസ് എന്താ? കയ്യിൽ ഭാരം വെച്ചിട്ട് കുമ്പിടുകയല്ല, നിന്ന ദിക്കിൽ നിന്നുകൊണ്ട് ഓരോ കാലും മടക്കി പിന്നാക്കം മടക്കി അങ്ങോട്ടല്ലേ മടക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അങ്ങോട്ട് തട്ടണം. എവിടെ? നമ്മുടെ തുടയിൽ തട്ടണം. ഓരോ കാലും മാറി പിന്നാക്കെടുത്ത് ഇങ്ങനെ തട്ടിച്ചു നോക്കൂ. അത് വലിയൊരു എക്സസൈസാണ്. മുട്ടിന് എക്സസൈസാണ്, എല്ലാറ്റിനും എക്സസൈസാണ്. അങ്ങനെ നമ്മുടെ ഞെരാണിയൊക്കെ ഇല്ലേ, ആ ഭാഗം, ആ പാദത്തിന് എക്സസൈസ്, വെണ്ണയ്ക്ക് എക്സസൈസ്, മുട്ടിന് എക്സസൈസ്, തുടയ്ക്ക് എക്സസൈസ്, അരക്കെട്ടിന് എക്സസൈസ്, അടിവയറ്റിന് എക്സസൈസ്, മാറിന് എക്സസൈസ്, ചുമലിന് എക്സസൈസ്, കഴുത്തിന് എക്സസൈസ്, തലയ്ക്ക് എക്സസൈസ്. ഇങ്ങനെ എല്ലാറ്റിനെയും നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്, വീട്ടിൽ ഞാൻ കാലത്ത് തുടങ്ങിയാൽ വൈകുന്നേരം വരെ ഓടി നടക്കുക, അതുപോരാ. ആ ഓടി നടന്നാലും ഇങ്ങനെ അംഗങ്ങൾക്ക് വേണ്ട ചലനം, സന്ധികൾക്ക് വേണ്ട ചലനം ഉണ്ടാവില്ല. ആ ചലനം വേണ്ടതുപോലെ കൊടുത്താൽ ഓരോ സന്ധിലും ഓരോ സെക്രീഷൻ ഉണ്ട്. ആ സെക്രീഷൻ ഉള്ളപ്പോൾ വേദന ഉണ്ടാവില്ല. അപ്പം ശരീരത്തിന് വേദന ഇല്ലാതെ ഇരിക്കണമെങ്കിൽ എന്ത് വേണം? ഇത് വേണം. നമ്മൾ കൂടുതൽ സമയവും ഇരിക്കുന്നവരാ. അവർ വിചാരിക്കും ഇരിക്കുന്നത് ഒരു വിശ്രമാണെന്ന്. നിങ്ങൾ എപ്പോഴും ഇരുന്ന നട്ടെല്ലിന് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഇരി.
നിൽക്കുമ്പോൾ അങ്ങനെ ആവില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിൽക്കണം, ഇടയ്ക്കിടയ്ക്ക് നടക്കണം. ഞാൻ കൽക്കട്ടയിലുള്ള കാലത്ത് വെറുതെ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞാലാണ് എനിക്ക് അരക്കെട്ടിന് വിഷമം. നടക്കുമ്പോൾ വിഷമം ഉണ്ടാവില്ല. നമ്മുടെ ശിഷ്യൻ സ്വാമിജിയോട് പറഞ്ഞിരിക്കുകയാണ്, ഡോക്ടർ കസേരയിൽ ഇരിക്കരുത് 10 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും എണീറ്റ് നിൽക്കണം. ഇവിടെ ചിലപ്പോഴൊക്കെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തും, കുറേ നേരമായി എണീക്കും. അപ്പം നമ്മളുടെ ശരീരം ഇളകാനുള്ളതാണ്, സ്പന്ദിക്കാനുള്ളതാണ്. അതിനെ സെഡൻഡറി ആക്കി ഒരു ദിക്കിൽ ഇരുത്തുന്ന സ്വഭാവമേ പാടില്ല. നിങ്ങൾ നടന്നുകൊണ്ടിരിക്കൂ, അനങ്ങിക്കൊണ്ടിരിക്കൂ. അത് മുഴുവനും സാധിക്കാത്തത് കൊണ്ടാണ് ഈ എക്സസൈസ് എടുക്കാൻ പറയുന്നത്. എക്സസൈസ് എടുക്കുമ്പോൾ ഓരോരോ സന്ധികൾക്കും ഓരോരോ അംഗങ്ങൾക്കും ചലനം പ്രധാനപ്പെട്ടത് കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് രക്തസഞ്ചാരം, വായുസഞ്ചാരം, ചൂട് സഞ്ചാരം ഒക്കെ ഉണ്ടാവുക. സർവസ്ഥലവും വെറുതെ ഇങ്ങനെ നിന്നിട്ട് പൊന്തി ആ കാലിൻ്റെ വിരലുകളുണ്ടല്ലോ, ആ വിരലുകളും അതിൻ്റെ തൊട്ട പിന്നിലുള്ള ഭാഗത്തൊന്ന് നിന്ന് നോക്കൂ. നിങ്ങൾ അവിടെ ഇങ്ങോട്ട് ഊന്നി നിൽക്കുക. പിന്നെ ഞാൻ പറയും, കുതികാലിൽ നടക്കാൻ നോക്കുക. ഇത്തിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ വളരെ വിശേഷമാണ്. എന്നിട്ട് കാലൊന്ന് ഇങ്ങനെയാക്കുക, ഇങ്ങനെ 3, 4, 5, 6 മൂവ്മെൻറ്റ് കാലിന് കൊടുത്താൽ പിന്നെ കാലിന് സുഖമായി. കർമ്മജ്യായോഹ്യകർമ്മണ, കർമ്മം ചെയ്യാതെ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ വിശേഷപ്പെട്ടതാണ് പ്രവർത്തിക്കുന്നത്. ശരീരയാത്രാഭിജതേ, ശരീരം എന്ന് പറയുന്നത് വേണ്ടതുപോലെ നിലനിൽക്കണമെന്നുണ്ടെങ്കിലോ ന പ്രസിദ്ധ്യേ അകർമ്മണ. ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കൂ, ആ ഭക്ഷണം കൊടുത്ത് വളർത്തൂ, അനങ്ങാൻ അനുവദിക്കണില്ല. കൽക്കട്ടയിൽ ഇരിക്കുമ്പോൾ പറയണ കേട്ടിട്ടുണ്ട്, വിരൂപങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് കെട്ടിപ്പിടിച്ച് അവിടെ വയ്ക്കും അത്രേ. ധാരാളം ഭക്ഷണം കൊടുത്ത് വളർത്തും, അനങ്ങാനോ ചവിട്ടാനോ ഒന്നും അനുഭവിക്കില്ല. അങ്ങനെ കുറേ കഴിഞ്ഞാൽ ആ കുട്ടി ഒരു വിരൂപമായി തീരും. അതിനെ കൊണ്ടുവച്ചിട്ട് ഓരോരുത്തരും പൈസ മേടിക്കുക, യാചകന്മാരെ മാതിരി. ഇതും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പം നമ്മൾ ഒരു വർത്തമാനം മനസ്സിലാക്കണം, ശരീരയാത്ര പോലും അകർമ്മം കൊണ്ട് സിദ്ധിക്കില്ല എന്ന്. അപ്പം നമ്മുടെ ശരീരത്തിന് പ്രവൃത്തി ആവശ്യമാണെന്ന്. ആഹാരം കഴിക്കുന്നുണ്ടോ? നിങ്ങൾ അനങ്ങി ജോലി ചെയ്യണം. ഈ അടുക്കളയിൽ മാത്രം, ചെറിയൊരു അടുക്കളയിൽ, ഇന്നത്തെ കാലത്ത് മോഡേൺ അടുക്കള ഒരു തീപ്പെട്ടി പോലെയൊക്കെയാണ്, ബോംബെയിൽ പ്രത്യേകിച്ചും. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വട്ടം തിരിഞ്ഞതുകൊണ്ട് എക്സസൈസ് ആയില്ല. അപ്പോൾ നിങ്ങൾ എക്സസൈസ് എടുക്കന്നെ വേണം. ന പ്രസിദ്ധേത് അകർമ്മണ, ശരീരത്തിനെ അലസമാക്കി നിർത്തരുത്. എല്ലാ അവയവങ്ങളെയും വേണ്ടതുപോലെ പ്രവർത്തിപ്പിക്കൂ. കൈ വീശി നടക്കൂ, കാല് വീശി നടക്കൂ, കഴുത്തനക്കൂ, വട്ടം തിരിക്കൂ, ഇടത്തോട്ടും വലത്തോട്ടും നോക്കൂ, താടി കൊണ്ട് മാറുകനെ തൊടുക, ഒരു എക്സസൈസാണ് അത് സ്പോണ്ടിലോസിസിന്. ഇങ്ങനെ എല്ലാം ചെയ്തു നോക്കൂ, നിങ്ങളുടെ ജീവിതം തന്നെ വളരെ സുന്ദരമാവും, സുഭഗമാവും. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോഹ്യകർമ്മണ ശരീരയാത്രാഭിജതേ ന പ്രസിദ്ധേത് അകർമ്മണ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരീരയാത്രയ്ക്ക് മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്നതാണോ ഈ കർമ്മം? അതോ ഈ കർമ്മത്തിന് അത് വിട്ടൊരു ഭാവമുണ്ടോ? ഇവിടെ മനുഷ്യൻ്റെ കർമ്മമാണ് പറയുന്നത്. മൃഗങ്ങൾക്ക് ഇങ്ങനെ ആലോചിച്ച് കർമ്മം ചെയ്യാന്നില്ല. കാക്ക കാക്കയെ പോലെ, അണ്ണാറക്കണ്ണൻ അണ്ണാറക്കണ്ണനെ പോലെ, പാമ്പ് പാമ്പിനെ പോലെ അവരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ പ്രവൃത്തിയിൽ മനസ്സോ സങ്കല്പമോ ഭാവമോ ലക്ഷ്യമോ വികാരങ്ങളോ ഒന്നും അതിലില്ല. മനുഷ്യജീവന് മാത്രമേ ഈ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്ന 3 ഘടകങ്ങളുള്ളൂ. ആ ഘടകങ്ങളിൽ നിന്നാണ് ഈ പ്രവൃത്തിക്ക് രൂപഭേദങ്ങളൊക്കെ വരുന്നത്. സാധാരണ എല്ലാ പ്രവൃത്തികളും ചലനാത്മകമാണ്. നിങ്ങൾ കേൾക്കണുണ്ടോ പറയണത്? ചലനാത്മകം ഹി കർമ്മ. കർമ്മം പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ചലനാത്മകമാണത്. ഇപ്പം ഞാൻ സംസാരിക്കുന്നു, എന്താ ഈ സംസാരം? നാവ്, ചുണ്ട്, തൊണ്ട, ഇതൊക്കെ പല വിധത്തിലും സ്പന്ദിച്ച് ചലിക്കുമ്പോഴാണ് പല വിധത്തിലുള്ള ശബ്ദങ്ങൾ പുറത്തു വരുന്നത്. ആ, ഈ, ഊ, ഏ, ഈ ശബ്ദങ്ങളൊക്കെ എങ്ങനെയാണ് വരണത്? നാവിനെയും ബാക്കിയുള്ള അവയവങ്ങളെയും പലതരത്തിൽ പിടിച്ച് ഉള്ളിൽ നിന്ന് ശബ്ദം വരുമ്പോൾ ആ ശബ്ദത്തിന് പ്രത്യേക രൂപം വരികയാണ്. അതും ഒരു ചലനമാണ്. ശ്വാസം ഒരു ചലനമാണ്. ശ്വാസകോശം ഇങ്ങനെ ചുങ്ങണു വീർക്കണു. ഹാർട്ടോ ടപ്പ് 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 അടിക്കുന്നു.
എല്ലാ സ്ഥലവും പ്രവൃത്തിയാ. ആ പ്രവൃത്തി അങ്ങനെ നടന്നോളും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവൃത്തിയിൽ എന്തിനു വേണ്ടി പ്രവർത്തിക്കണു, എന്താണ് ലക്ഷ്യം, എന്താണ് മനോഭാവം? അപ്പം ഭാവം എന്ന് പറയണ ഒന്നുണ്ട്, ലക്ഷ്യം എന്ന് പറയുന്നത് വേറെ ഒന്നാണ്. എവറി ആക്ടിവിറ്റി ബിക്കംസ് നോർമലി ചലനാത്മകം. ഇറ്റ് ഈസ് ഇൻ ദ വേ ഓഫ് എ മൂവ്മെന്റ് ഓർ എ വൈബ്രേഷൻ. എവറി ആക്ടിവിറ്റി ഓർ ആക്ട് ഈസ് ലൈക്ക് ദാറ്റ്. എല്ലാം ചലനാത്മകമാണ്. ആ ചലനാത്മകമായ പ്രവൃത്തികൾക്ക് വ്യത്യാസം വരണത് എപ്പോഴാണ്? ആ പ്രവൃത്തി എങ്ങനെ ചെയ്യണു, എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. എന്ത് മനോഭാവത്തോടു കൂടി ചെയ്യണു, എന്തിനു വേണ്ടി ചെയ്യണു എന്ന്. ഒരാൾ കത്തിയെടുത്ത് എതിരാളിയെ കുത്തി മുറിച്ചു. ഒരു രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി ഡോക്ടർ മുറിച്ച് ഒരു ആംപ്യൂട്ടേഷൻ കഴിച്ച ഒരു കാലങ്ങോട്ട് നീക്കുക, അല്ലെങ്കിൽ കൈ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇത് രണ്ടും കുത്തലും മുറിക്കലും തന്നെയാണ്. പക്ഷേ ഈ രണ്ട് പ്രവൃത്തിക്കും രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങളോ വീക്ഷണങ്ങളോ വരുന്നത് എവിടം കൊണ്ടാണ്? ഒന്ന് ശത്രുവിനെ പീഡിപ്പിക്കുക എന്നുള്ള നിലയ്ക്കാണ് ചെയ്തത്. ഇവിടെയോ ഒരു രോഗിയെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഈ രണ്ടും എവിടെയാണ് നിൽക്കുന്നത്? കയ്യിലും കാലിലുമാണോ നിൽക്കുന്നത്? മനോഭാവത്തിൽ, ലക്ഷ്യത്തിൽ. അപ്പം ഭാവവും ലക്ഷ്യവുമാണ് പ്രവൃത്തികൾക്ക് വകഭേദങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ഏറ്റവും ദാരുണമായ പ്രവൃത്തിയാണ് അർജുനൻ ചെയ്യാൻ പോകുന്നത്. ആ ദാരുണതയിൽ ഏറ്റവും മൂർച്ഛിച്ചത് എന്താ? പിതാമഹന്റെ നേരെ അമ്പ് പ്രയോഗിക്കുക. ദ്രോണന്റെ വധം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? അത് അത്ര പോലും ദാരുണം, ക്രൂരം, കഠിനമായിരിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ പോലും ആ പ്രവൃത്തിയിൽ നിന്ന് പോലും ഒരു ഭയമോ ഒരു പാപമോ ഒരു ബന്ധനമോ ഇല്ലാതെ ആവണം. അതിനുള്ള വഴിയാണ് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ കല്യാണം കഴിച്ചോളൂ, കുട്ടികളുണ്ടായിക്കോട്ടെ, കുടുംബഭരണം നടത്തിക്കോളൂ. ഈ എല്ലാ പ്രവൃത്തിയിലുമുണ്ട് പാപഭയം. അത് വരാതെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഒരു വഴി. ഇതൊക്കെ ഗീതയിൽ പറഞ്ഞത് ആരും ശ്രദ്ധിക്കില്ല, അർത്ഥാക്കൂല. അടുത്ത് പറയുന്ന ശ്ലോകമുണ്ടല്ലോ, ഇതൊക്കെ ഒരു സാധകന്റെ മനസ്സിൽ അസ്ത്രം തറയ്ക്കുന്ന പോലെ തറച്ചു നിൽക്കേണ്ടതാ. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗസമാചര. കൃഷ്ണ ഈസ് മേക്കിംഗ് ആൻ ആബ്സല്യൂട്ട് സ്റ്റേറ്റ്മെന്റ്. എല്ലാ കാലത്തേക്കുമുള്ള ഒരു പ്രസ്താവനയാണ് കൃഷ്ണൻ ചെയ്യുന്നത്. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ. അയം ലോകഃ, ഈ ലോകം, കർമ്മബന്ധനഃ. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? കർമ്മബന്ധനഃ, കർമ്മം കൊണ്ട് ബന്ധിക്കപ്പെട്ടതാണ്. ഇവിടെയുള്ള കർമ്മം മുഴുവനും ബന്ധനഹേതുവാണ് ഈ ലോകത്തില്. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര. ഈ ബന്ധനം ഇല്ലാതെ വേണം എന്നുണ്ടെങ്കിൽ യജ്ഞാർത്ഥമായി ചെയ്യുന്ന കർമ്മം മാത്രമേ ബന്ധനമില്ലാതിരിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർമ്മസങ്കുലമായ ഈ ലോകത്തിൽ നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും ബന്ധനമാണ്. അതാണ് കല്യാണം കഴിച്ചാലും ബന്ധനമാണ്, കുട്ടികളുണ്ടായാലും ബന്ധന, ജീവിച്ചാലും ബന്ധനം, മരിച്ചാലും ബന്ധനം, ഒക്കെ ബന്ധനം. അവിടെ ഒരു ഉദ്യോഗം കിട്ടിയാൽ അത് ബന്ധനം, അവിടുന്ന് പിരിഞ്ഞു പോന്നാൽ അതും ബന്ധനം. ജംഷഡ്പൂരിലെ ഒരാൾ റിട്ടയർ ചെയ്തു. വളരെ കാലമായിട്ട് ജംഷഡ്പൂരിലെ ടിസ്കോ, ടാറ്റ സ്റ്റീലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അവിടെ ഒരു നിലയ്ക്ക് ഒരു ചുരുങ്ങിയ ടൗണാണല്ലോ, വളരെ നല്ലൊരു കുടുംബ ബന്ധമാണ്. അദ്ദേഹം പറയുക, ഞാൻ റിട്ടയർ ചെയ്ത് ഇങ്ങനെ വരാൻ പോണു എന്ന് പറയുമ്പോൾ നെഞ്ഞത്തൊരു വേദനയാത്രേ. ഈ കണ്ട കാലം ജോലി ചെയ്തിട്ട് ആ സ്ഥലത്തിൽ നിന്ന് എണീറ്റ് പോന്നു, നാളെ മുതൽക്ക് ഞാൻ ഉദ്യോഗസ്ഥനല്ല, അങ്ങോട്ട് വരണു എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വേദന. അപ്പം എന്തു പറയണു നിങ്ങൾ? ഉദ്യോഗം കിട്ടുന്നത് ബന്ധനാണ്, വിടുന്നതും ബന്ധനാണ്. ഇപ്പം ബന്ധനമല്ലാത്ത ഇവിടെ എന്താ ഉള്ളത്? പതിവായി ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് ക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ ബന്ധന. ലോകോയം കർമ്മബന്ധനാണ്. ഈ ലോകത്തിൽ കർമ്മം തന്നെ ബന്ധനമാണ്. കർമ്മത്താൽ ബന്ധിക്കപ്പെട്ടതാണ് ഈ ലോകം. ആ ബന്ധനം ഇല്ലാതെ ഇരിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. യജ്ഞാർത്ഥാത് കർമ്മണഃ അന്യത്ര. യജ്ഞരൂപത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മാത്രമേ ബന്ധനമില്ലാതിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സർവകർമ്മങ്ങളെയും യജ്ഞമാക്കി ചെയ്യണം എന്ന്. നിങ്ങളിത് കേൾക്കണുണ്ടോപ്പാ?
സർവകർമ്മങ്ങളെയും യജ്ഞമാക്കി ചെയ്യണം. എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ സർവകർമ്മങ്ങളെയും യജ്ഞമാക്കാൻ ഒരു ഫോമുലയാണ് നമുക്ക് ആവശ്യം. ആ സർവകർമ്മത്തിൽപ്പെട്ട ഒന്ന് മാത്രമാണ് മഹാഭാരത യുദ്ധം. ഇതിനു മുമ്പും അർജുന നീ പല കർമ്മവും ചെയ്തിട്ടുണ്ട്. ഈ യുദ്ധാനന്തരവും കുറേ കാലം ജീവിക്കേണ്ടി വരും, പല കർമ്മങ്ങളും ചെയ്യേണ്ടി വരും. അശ്വമേധയാഗം നടത്താൻ പോണു, അതും ബന്ധനഹേതുവാവും. എങ്ങനെയാണെങ്കിൽ യജ്ഞമല്ലാതെ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ സർവപ്രവൃത്തികളെയും യജ്ഞമാക്കുന്ന ഒരു സഞ്ജീവനിയാണ് നമുക്ക് ആവശ്യം. സർവപ്രവൃത്തികളെയും യജ്ഞമാക്കണം. ആ പ്രവൃത്തികളിൽ ലൗകികം ദൈവികം എന്ന് തരംതിരിക്കരുത്. നമുക്ക് പൂജ ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിൽ ദിവ്യമായ ഒരു ഭാവമുള്ളൂ. ഊണ് കഴിക്കുമ്പോൾ ഇല്ല, വസ്ത്രം ധരിക്കുമ്പോൾ ഇല്ല, കുളിക്കുമ്പോൾ ഇല്ല. പൂജ കഴിക്കുമ്പോൾ മാത്രം അത് ദിവ്യമാണ്. അപ്പോൾ പൂജ എത്ര നേരമുണ്ട്? അരമണിക്കൂർ. അതിന് മുൻപ് അതിന് പിൻപ് 23.5 മണിക്കൂർ നേരം നിങ്ങൾ ചെയ്യുന്നതോ അപൂജയാണ്. അപ്പോൾ ഈ പൂജ കൊണ്ട് എങ്ങനെയാണ് കാര്യം നടക്കുക? അപൂജ 23.5 മണിക്കൂറും പൂജ അരമണിക്കൂറാണ്. അപ്പം അത് നമുക്ക് പര്യാപ്തമല്ല നമ്മുടെ ഉദ്ദേശത്തിന് എന്ന് വിചാരിച്ച് എല്ലാ കർമ്മങ്ങളെയും യജ്ഞമാക്കി തീർക്കണം. അതിനൊരു വഴിയുണ്ടോ? തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗസമാചര. ആ യജ്ഞത്തിന് വേണ്ടി എല്ലാ കർമ്മങ്ങളും ചെയ്യണം എന്നാണല്ലോ ആദ്യം പറഞ്ഞതിൻ്റെ അർത്ഥം. യജ്ഞമല്ലാതെ യജ്ഞാർത്ഥമല്ലാതെ ചെയ്യുന്നത് മുഴുവൻ ഈ ലോകത്തിൽ ബന്ധനത്തിന് വഴിവെക്കും. അപ്പം എല്ലാറ്റിനെയും യജ്ഞമാക്കി ചെയ്യണം. അതിനുള്ള വഴി എന്താ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇതൊരു ക്ഷേത്രത്തിൽ വെച്ചിട്ടല്ല ഈ സംവാദം നടക്കുന്നത്, പോർക്കളത്തിൽ വെച്ചിട്ടാണ്, തേരിൽ വെച്ചിട്ടാണ്. അസ്ത്രവും ശസ്ത്രവും പ്രയോഗിക്കാൻ പോവുകയാണ് ഈ സംവാദം നിന്ന ഉടനെ. അങ്ങനെയുള്ള രംഗത്തിൽ പറയുകയാണ്, ആ യജ്ഞത്തിന് വേണ്ടി കർമ്മ കൗന്ദേയ മുക്തസംഗസമാചര. മുക്തസംഗസമാചര. മനസ്സിലുള്ള ഒട്ടൽ അങ്ങോട്ട് വിട്ട് അതിൽ നിന്ന് മുക്തനായി നീ എന്ത് പ്രവൃത്തി ചെയ്യുന്നുവോ അർജുന, അത് മുഴുവനും യജ്ഞമായി തീരും. അപ്പൊ ലോകത്തിലുള്ള കർമ്മങ്ങളെ മുഴുവനും കടന്ന് പിടിച്ചു കഴിഞ്ഞു ആര്? കൃഷ്ണൻ. ആ കർമ്മം കുളിക്കുന്നതാവട്ടെ, വ്യക്തിയമാകട്ടെ, കുടുംബീയമാകട്ടെ, സമാജീയമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, ലൗകികമാകട്ടെ, വൈദികമാകട്ടെ, ഔദ്യോഗികമാവട്ടെ, എന്തു തന്നെ ആയാലും ശരി, സംഘമില്ലാതെ ചെയ്താൽ അത് യജ്ഞമായി. സംഘമില്ലാത്തൊരു നില വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രവൃത്തികളെ പറ്റി അന്വേഷിക്കേണ്ട. എന്ത് പ്രവൃത്തിയോ ആയിക്കോട്ടെ, എന്ത് പ്രവൃത്തിയോ ആയിക്കോട്ടെ, സംഘമില്ലെങ്കിൽ അത് യജ്ഞമായി, യജ്ഞമായി, യജ്ഞമായി. അപ്പൊ സർവകർമ്മങ്ങളെയും സംഘമില്ലാതെ ആക്കി തീർത്താൽ യജ്ഞമായി എന്ന് വന്നാൽ ഒരു പൂർണ്ണ ഫോമുലയായില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ കുട്ടികളെ പറ്റി വളർത്തുകയാണെങ്കിൽ സംഘമില്ലാതെ വളർത്തൂ, സംഘമില്ലാതെ വളർത്തൂ. അപ്പൊ ആ കുട്ടികളുടെ വളർച്ചയെ പറ്റി നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ചെയ്യേണ്ടി വരില്ല, ബുദ്ധിമുട്ടേണ്ടി വരില്ല. ചിലരൊക്കെ എനിക്ക് എഴുത്തും. എന്താ എഴുത്ത്? ഞങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ട്, ആ കുട്ടികളെ വേണ്ടതുപോലെ വളർത്താനായിട്ട് സ്വാമിജി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്ന് പറയും. നിങ്ങൾക്ക് പലർക്കുമുള്ള വിചാരം എന്താ? ഞങ്ങൾക്ക് കുട്ടികളുണ്ടായി, അതിനെ വളർത്താൻ എന്തിനു വല്ലവരോടും ചോദിക്കണേ? വളർത്തിക്കോളൂ, ആരാ വേണ്ടാന്ന് പറയണേ? ഞാൻ എപ്പോഴും പറയും, ഒരു കുട്ടിയെ വളർത്തുന്ന സമയത്ത് ആ കുട്ടിക്ക് നല്ലതെന്തോ അത് നിങ്ങൾ ചെയ്യണം. എനിക്കിതാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ചെയ്യരുത്. കുട്ടിക്ക് നല്ലതെന്തോ അത് ചെയ്യണം. ഒരു ദിവസം ഒരമ്മയായിട്ട് സംസാരിക്കേണ്ടി വന്നു എനിക്ക്. അവർക്കൊരു മകളുണ്ട്. ആ മകളുടെ നന്മയെന്തോ, ആ നന്മയ്ക്ക് വേണ്ടി ചിലരോടൊക്കെ ഒന്ന് അകന്നു നിൽക്കണം എന്ന് പറയേണ്ടി വന്നു. ആ അകന്നു നിൽക്കണം എന്ന് പറയേണ്ടി വന്നത് വേണ്ടപ്പെട്ടവരാണ്, രക്തബന്ധത്തിൽപ്പെട്ടവരാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മകളുടെ നന്മയ്ക്ക് വേണ്ടി ആരെ അകറ്റി നിർത്തണമെങ്കിലും നിർത്താൻ പറ്റണം. സഹോദരനായാലും കൊള്ളാം, ചെറിയച്ഛനായാലും കൊള്ളാം, ആരെല്ലാം നീങ്ങി നിൽക്കണോ, മകളെ വളർത്തണമെങ്കിൽ അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യണം എന്ന്. കരയാനാ തുടങ്ങി. സ്വാമിജി ശരി തന്നെയാണ്, പക്ഷെ സാധിക്കണ്ട, ഇത് ആരും പറഞ്ഞു തരില്ല, എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞ് കരയുക. ചെറുപ്പം മകൾ വളർന്നു വരുന്നു, കല്യാണം കഴിഞ്ഞിട്ടില്ല. ആ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി ഏത് പുരുഷനെ അകറ്റി നിർത്തണോ അകറ്റി നിർത്താൻ ഈ സ്ത്രീക്ക് സാധിക്കണം, അല്ലെങ്കിൽ അമ്മയല്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ പറയുന്നത്? കുട്ടികളെ വളർത്തുക എന്ന് പറഞ്ഞാൽ നല്ല വിവേകത്തോടു കൂടി വളർത്തണം. ആ കുട്ടിക്ക് നല്ലതെന്തോ അത് നമ്മൾ ചെയ്യണം. ആ നല്ലത് ചെയ്യാൻ തൻ്റെ മനസ്സ് സമ്മതിക്കണം. അകൽച്ചയാണെങ്കിൽ അകൽച്ചൽ, അണയ്ക്കുകയാണെങ്കിൽ അണയ്ക്കുക, എന്ത് വേണോ നമ്മളത് ചെയ്യാൻ തയ്യാറാവണം. അതിൽ കൂസാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ കല്യാണവും കഴിക്കണ്ട, മാതൃപിതൃത്വവും നിങ്ങൾ അലങ്കരിക്കണ്ട.
അതുമാതിരി ഭാരതത്തിൻ്റെ ഒരു പൗരൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പൗരനാണ്. പൗരൻ എന്നുള്ള നിലയ്ക്ക് ഭാരതത്തിൻ്റെ നന്മയ്ക്കും ഭദ്രതയ്ക്കും വേണ്ടി എന്തു വേണമോ അത് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അല്ലെങ്കിൽ നമുക്കിവിടെ സ്ഥാനമില്ല.